ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പ്രധാനദാസ് ബീന സിസ്റ്റർ, ഈ മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ്. ഒരു പ്രഭാതം കൂടി സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനം നൽകിയിരിക്കുന്ന കർത്താവിന്റെ എല്ലാ വിശ്വസ്തതയ്ക്കായി നന്ദി പറയുന്നു. അപ്പോൾ തന്നെ നാം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പ്രഭാതമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ദൈവം ദാനം നൽകിയിരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽക്കാലം ആഴത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ലൈഫിനകത്തിൽ ഇന്ന് പകൽക്കാലം ദൈവം പുതിയതൊന്ന് ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. എത്ര പേർ ഇന്ന് പകൽക്കാലം ദൈവത്തെ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ പറ്റും? പുതിയതൊന്ന് ദൈവം ചെയ്യാൻ പോകുക, പുതിയതൊന്ന് ചെയ്യാൻ പോകുക. സ്തോത്രം. ദൈവം എപ്പോഴും ചെയ്യുന്നത് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയായിരിക്കും ദൈവം ചെയ്യുന്നത്. എത്ര പേർ വിശ്വസിക്കും? ദൈവം ചെയ്യുന്നത് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയായിരിക്കും. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഭാവിയുടെ മേല് നടക്കരുതെന്ന് ആഗ്രഹിച്ച് ശത്രു പൊളിച്ചിട്ടിരിക്കുന്ന ചില മേഖലകളെ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി കർത്താവ് പണിയാൻ പോകുക. എത്ര പേർ വിശ്വസിക്കുന്നു? പരിശുദ്ധങ്ങളുടെ ആഴത്തിൽ പറയുന്നു, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി കർത്താവ് ഇന്ന് പകൽക്കാലം ചിലത് ചെയ്യാൻ പോകുക. നിങ്ങളുടെ ഭാവിയിൽ നടക്കരുതെന്ന് പറഞ്ഞ് ശത്രു പൊളിച്ചിട്ടിരിക്കുന്ന ചില മേഖലകളെ ഇന്ന് ഈ പ്രഭാതത്തിൽ സ്വർഗം പണിയാൻ പോവുക. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ കർത്താവിനോടുള്ള എൻ്റെ ഏറ്റവും വലിയൊരു സ്നേഹം ഞാൻ പറയാം. സ്തോത്രം. എൻ്റെ ദൈവം ശത്രു നശിപ്പിച്ചതിനെ പോലും സ്തോത്രം അവൻ പണിതെടുത്ത് പ്രയോജനമുള്ള ഒന്നാക്കി തീർക്കും. സ്തോത്രം. ഹല്ലേലൂയ. പിശാചിന് പൊളിക്കാൻ മാത്രം അറിയത്തുള്ളൂ, എന്നാൽ എൻ്റെ ദൈവത്തിന്റെ പ്രത്യേകത പൊളിഞ്ഞതിനെ പണിയുന്ന ദൈവം. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ കർത്താവിനോട് ചേർന്ന്, യേശുവിനോട് ചേർന്ന് ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ സേവിക്കുന്ന ദൈവം, എൻ്റെ കർത്താവ് സ്തോത്രം, പൊളിക്കുന്ന ദൈവമല്ല, അവൻ പണിയുന്ന ദൈവമാ. ഹല്ലേലൂയ. സ്തോത്രം. പിശാച് പൊളിക്കത്തേ ഉള്ളൂ, അവന് പണിയാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവിന്റെ പ്രത്യേകത, അവൻ പണിയുന്ന ദൈവമാ. ഹല്ലേലൂയ. നിന്റെ ഭാവിയെ പണിയുന്ന ദൈവം, നിന്റെ കുടുംബത്തെ പണിയുന്ന ദൈവമാ, നിന്റെ തലമുറയെ പണിയുന്ന ദൈവമാ. ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായിക്കോ? നിനക്ക് വേണ്ടി പുതിയതൊന്ന് ഇന്ന് പകൽക്കാലം ദൈവം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവം ചെയ്യാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വിശ്വസിക്കുക, ദൈവം ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിനോട് ശക്തമായിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടി ദൈവാത്മാവുന്ന ഒരു ദൈവവചനം ഇങ്ങനെയാ, അത് പറഞ്ഞു ഞാൻ. ഹല്ലേലൂയ. സ്തോത്രം. ഈ പണിയുന്ന ദൈവത്തെ കുറിച്ച് ഒന്ന് പറയാം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽ നിങ്ങൾ ഇത് വിശ്വസിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ലൈഫിനകത്ത് സംഭവിക്കാൻ പോകുക. യെശയ്യാവ് 43 അധ്യായത്തിന്റെ ഈ 18 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവർ കെട്ടുപോകുന്ന വിളക്ക് പോലെ കെട്ടുപോകുന്നു. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. സ്തോത്രം. നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. സ്തോത്രം. ഇന്ന് രാത്രി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പറ, കർത്താവ് എനിക്ക് വേണ്ടി പുതിയതൊന്ന് ഇന്ന് പകൽക്കാലം ചെയ്യാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചോ? സ്തോത്രം. നിങ്ങൾ ഇതുവരെ കാണാത്ത സ്തോത്രം ഒരു പ്രഭാതമാണ് ഇന്ന് കണ്ടതെങ്കിൽ സ്തോത്രം, ഇന്നത്തെ ദിവസം ദൈവം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പുതിയതൊന്ന് ദൈവം എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുക. ദൈവാത്മാവ് നിങ്ങളോട് ശക്തമായിട്ട് പറയുന്നു, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട. സ്തോത്രം. പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അപ്പോൾ തന്നെ പിശാചിന്റെ ഏറ്റവും വലിയ ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാം? അവൻ നിങ്ങളുടെ ഇന്നലകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വന്ന് അതിന്റെ ദുഃഖത്തിൽ നിങ്ങളെ ഇരുത്തുന്ന സ്വഭാവമാണ് പിശാചിന്റെ സ്വഭാവം. പക്ഷെ എൻ്റെ കർത്താവിന്റെ പ്രത്യേകത, ഇന്നലകളെ അവൻ മറക്കുമാറാക്കും ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നലകളെ മറക്കുമാറാക്കി നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുന്ന ദൈവമാണ് എൻ്റെ ദൈവം. ഇന്ന് പകൽക്കാലം ചിലരോട് ദൈവാത്മ ശക്തമായിട്ട് ഇടപെടുന്നു. നിന്റെ ഇന്നലകളെ മറക്കുമാറാക്കി ഇന്ന് നിനക്ക് വേണ്ടി പുതിയതൊന്ന് ദൈവാത്മാവ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റും? എൻ്റെ ദൈവം എൻ്റെ ഇന്നലകളെ മറക്കുമാറാക്കും. ഇന്നലകളുടെ ചില വേദനകള്, ഇന്നലകളുടെ ചില മുറിവുകള്, ഇന്നലകളുടെ ചില നിന്ദകള്, ഇന്നലകളുടെ ചില ഭാരങ്ങള്, ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ മിനിറ്റ് വരെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ചില നിന്ദകള്, വേദനകള്, മുറിവുകള്, ഹല്ലേലൂയ, രോഗങ്ങള്, പ്രതിസന്ധികള്, പ്രതികൂലങ്ങള് എല്ലാം മറക്കുമാറാക്കുന്ന ഒരു ദൈവത്തെ നീ സേവിക്കുന്നത് നിനക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ഒരു പുതിയ സാക്ഷ്യത്തെ, യേശുവിന്റെ നാമത്തിൽ ആരോടൊക്കെയോ പരിശുദ്ധ ശക്തമായിട്ട് ഇടപെടുന്നു. ഇന്നലകളെ ഓർത്ത് ഭാരപ്പെടുകയില്ല.
ഇന്നലകളുടെ വേദന ഇന്നിന്റെ സാക്ഷ്യമാക്കി തീർത്ത് ഒരു പുതിയ ദൈവപ്രവൃത്തിയെ നിനക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചെയ്യാൻ പോകുന്നത് ആത്മാവ് ഇന്ന് പകൽക്കാലം ശക്തമായിട്ട് ഇടപെടുന്നു. യേശുവിന്റെ നാമത്തിൽ അത് വിശ്വസിക്കാൻ കഴിയുന്നവർ ഇന്ന് പകൽക്കാലം ആമേൻ പറഞ്ഞു. ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു. യെസ്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഈ യോസഫ് ഫറവോന്റെ കൊട്ടാരത്തിൽ വന്ന് മാനിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവം പറഞ്ഞ വാഗ്ദത്തം പോലെ തന്നെ സഹോദരന്മാർ യോസഫിന്റെ കാൽ കീഴെ വരികയാണ്. സ്തോത്രം. യോസഫ് ആരാണ് എന്താണെന്നൊക്കെ ഇവരും തരിച്ചെരിഞ്ഞ് എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ യോസഫ് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു പദമുണ്ട്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. സ്തോത്രം. ഇപ്പൊ യോസഫിന് എന്തും ചെയ്യാനുള്ള കഴിവുണ്ട്, പേടിക്കൊന്നും വേണ്ട. സ്തോത്രം. യോസഫ് ഇന്നലത്തെ മുറിവിൽ നിന്നോണ്ടല്ല പിന്നെ സംസാരിക്കും. യോസഫ് പറയാ, ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇവിടേക്ക് അയച്ചിരിക്കുന്നു. ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇവിടേക്ക് അയച്ചിരിക്കുന്നു. നിന്റെ ഇന്നലകളുടെ മുറിവിൽ നിന്നുകൊണ്ട് ഇന്നത്തെ നന്മയെ നശിപ്പിച്ചു കളയേണ്ട. സ്തോത്രം. ഈ പകൽ വിശ്വസിക്കുക, ദൈവം നിന്നോട് വാഗ്ദത്തം ചെയ്ത നന്മയ്ക്കകത്തിലേക്ക് നീ വന്നു നിൽക്കുമ്പോൾ ഇന്നലകളുടെ മുറിവുകളിൽ നിന്നുകൊണ്ട് നീ സംസാരിക്കേണ്ട. അല്ലേ, ഇന്നലകളുടെ മുറിവിൽ നിന്നുകൊണ്ട് നീ ജീവിക്കേണ്ട. നീ പറ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം ഇതെനിക്ക് നന്മയ്ക്കായി ചെയ്തിരിക്കുക. ദൈവം ഇതെനിക്ക് നന്മയ്ക്കായി ചെയ്തു. ഇന്ന് പകൽക്കാലം ദൈവം ചിലത് നിനക്ക് നന്മയ്ക്കായി ചെയ്യാൻ പോകുക. ശത്രുക്കളുടെ മുൻപാകെ മേശി ഒരുക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം ശത്രു നിനക്ക് ദോഷത്തിനായി ചെയ്തതുപോലും, ഇന്നലകളിൽ ശത്രു നിനക്ക് ദോഷത്തിനായി ചെയ്തതുപോലും ഇന്ന് എന്റെ ദൈവം നിനക്ക് നന്മയുടെ ഹല്ലേലൂയ അനുഗ്രഹത്തിന്റെ ഒരു വിടുതലിന്റെ ടെസ്റ്റ് മണിയാക്കി ദൈവാത്മാവ് തീർക്കാൻ പോകുന്നത് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഈ പകൽ നിങ്ങൾ വിശ്വസിച്ചോ? യേശുവിന്റെ നാമത്തിൽ ഇന്നലകളിൽ ശത്രു എനിക്ക് ദോഷത്തിന് ചെയ്തതുപോലും ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം എനിക്ക് നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ എനിക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. ചില മുറിവുകൾ കെട്ടപ്പെടട്ടെ ഇന്ന് പകൽക്കാലം, ചില മുറിവുകൾ കെട്ടപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. എന്തോ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ശക്തമായിട്ട് ചിലരോട് ശക്തമായിട്ട് ഇടപെടുന്നു. സ്തോത്രം. ചില മുറിവുകളെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം കെട്ടാൻ പോകുക. ചിലരുടെ ലൈഫിനകത്തിൽ ആഴത്തിൽ വന്ന ചില മുറിവുകൾ, ഇന്നലകളുടെ ചില വേദനകൾ മുഖാന്തരമായി, നിങ്ങളെ ചിലർ മുറിച്ചത് മുഖാന്തരമായി, നിങ്ങളെ ചിലർ അല്ലെങ്കിൽ വേദനിപ്പിച്ചത് മുഖാന്തരമായി, നിങ്ങളുടെ ജീവിതത്തിനകത്തിൽ ആഴത്തിൽ വന്ന ചില മുറിവുകൾ ഇന്ന് പകൽക്കാലം സൗഖ്യമാക്കാൻ പോകുന്നു. എന്തോ സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പുതിയതൊന്നും ഇന്ന് പകൽക്കാലം ചെയ്യാൻ പോകട്ടെ. ഇതിനകത്തിൽ ആഴത്തിൽ ചില മേഖലയിൽ പരിശുദ്ധ തൊടാൻ പോകുക, ചിലരെ തൊടാൻ പോകുക, ചിലരോട് ദൈവാത്മാവ് ആഴത്തിൽ ചില മുറിവുകളെ കെട്ടാൻ പോകുക. കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു, ശത്രു എവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നറിയോ? പിശാച് എവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നറിയോ? പിശാചിന്റെ ഒളിവിടം എവിടാന്നറിയാമോ? സ്തോത്രം. അവൻ നിങ്ങളുടെ മേൽ അവകാശം വെച്ച് പ്രവർത്തിക്കുന്ന സ്ഥലം എവിടാന്നറിയാമോ? ഹല്ലേലൂയ. ആ സ്ഥലം എവിടാന്ന് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ സ്ഥലത്തുനിന്ന് ഇന്ന് പകൽക്കാലം പിശാചിനെ നിങ്ങൾ ഇറക്കി വിട്ട് കഴിയുമ്പോൾ ദൈവത്തിന്റെ മഹാപ്രവർത്തി നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവം ചെയ്യാൻ പോകുക. സ്തോത്രം. പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനകത്തിൽ ഒരു മുറിവിനെ ഉണ്ടാക്കുക, ഒരു മുറിവിനെ ഉണ്ടാക്കുക. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ കീറാൻ പറ്റുമെങ്കിൽ ഒന്ന് കീറുക. സ്തോത്രം. കീറുക. സ്തോത്രം. അത് സ്തോത്രം. ആരിൽ കൂടി വേണമെങ്കിലും കീറാം. ഹല്ലേലൂയ. നിങ്ങളുടെ ഹസ്ബൻഡിൽ കൂടെ കീറാം, നിങ്ങളുടെ വൈഫിൽ കൂടെ കീറാം, നിങ്ങളുടെ മക്കളിൽ കൂടെ കീറാം. ഹല്ലേലൂയ. നിങ്ങളുടെ കൂട്ടു സഹോദരനിൽ കൂടെ കീറാം, നിങ്ങളുടെ കൂട്ടു സഹോദരിയിൽ കൂടെ കീറാം. ഹല്ലേലൂയ. നിങ്ങളുടെ അയൽവാസിയിൽ കൂടെ കീറാം, നിങ്ങളുടെ ഓഫീസ് മേഖലയിൽ കൂടെ കീറാം. എങ്ങനെയൊക്കെ കീറാമോ അങ്ങനെയൊക്കെ കീറിയിട്ട് സ്തോത്രം ആ മുറിഞ്ഞടത്തോട്ട് അവൻ കീറിയിരിക്കും. സ്തോത്രം. അതാണ് അവന്റെ ഒളിവിടം. സ്തോത്രം. അവിടെ ഇരുന്നിട്ട് സ്തോത്രം നിന്റെ ആ മുറിവിൽ ജീവിക്കുവാൻ നിന്നെ ഹല്ലേലൂയ സ്തോത്രം അവൻ പ്രേരിപ്പിക്കും. സ്തോത്രം. നമ്മൾ പറയത്തില്ല, നമ്മൾ എപ്പോഴും പറയത്തില്ല, കണ്ടില്ലയോ, അവൾ എന്നോട് അങ്ങനെ ചെയ്തു, അവൻ എന്നോട് ഇങ്ങനെ ചെയ്തു, അവനോട് ഇങ്ങനെ ചെയ്തു, അവൾ എന്നോട് ഇങ്ങനെ ചെയ്തു, എന്നാലും അവനോട് ഇങ്ങനെ ചെയ്തല്ലോ, അവൾ ഇങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെ 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 പറഞ്ഞു 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 നമ്മുടെ ലൈഫിനകത്തിൽ വെളിപ്പെടേണ്ട, കർത്താവ് ചെയ്യേണ്ട വിഷയങ്ങളെ വെളിപ്പെടുത്താതെ വേണം ആ മുറിവിനകത്തിലേക്ക് ഇരുന്ന് സ്തോത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുവിന്റെ ഒരു പ്രവൃത്തി ഇന്ന് പകൽക്കാലം നിങ്ങൾ ക്യാൻസൽ ചെയ്യാൻ തയ്യാറാകുക. കർത്താവിനോട് ഇന്ന് പകൽക്കാലം പറ, കർത്താവേ സ്തോത്രം, ആ വ്യക്തി എനിക്ക് തിന്മയ്ക്കായി ചെയ്തതുപോലെ ദൈവം
ദൈവം എനിക്ക് നന്മയ്ക്കാക്കി മാറ്റാൻ പോകും. ഈ പകൽ എത്ര പേർ വിശ്വസിക്കുന്നു ആ വ്യക്തി നിനക്ക് തിന്മയ്ക്കായി ചെയ്തതുപോലും ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എന്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് നന്മയ്ക്കാക്കി മാറ്റാൻ പോകുക, നിനക്ക് വിടുതലിനാക്കി മാറ്റാൻ പോകുക, നിനക്ക് അനുഗ്രഹത്തിനാക്കി മാറ്റാൻ പോകുക. യോസഫ് പറയുന്നു ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ എനിക്ക് തിന്മയ്ക്കാ മൊത്തം ചെയ്തത്, പക്ഷേ സ്വർഗത്തിലെ ദൈവം നന്മയ്ക്കാക്കി തീർത്തിരിക്കുക. നന്മയ്ക്ക് ഇന്ന് പകൽക്കാലം നിങ്ങൾ അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കെതിരെ തിന്മയ്ക്കായി ചെയ്ത വിഷയത്തിനകത്തിൽ പോലും കർത്താവ് പറയുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഇതാ ഞാൻ പുതിയത്. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്, ചിന്തിച്ചിട്ടില്ലാത്തത്, വിചാരിച്ചിട്ടില്ലാത്തത് യേശുവിന്റെ നാമത്തിൽ പുതിയതൊന്ന് ചെയ്യാൻ പോവുക. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, സ്തോത്രം. ഇതിനകത്ത് ഇരിക്കുന്ന സഹോദരിമാരോട് ഞാൻ ആഴത്തുള്ള ഒരു ദൂത് ഞാൻ പറയാം. കഴിഞ്ഞ സ്തോത്രം പകൽക്കാലം എൻ്റെ പ്രാർത്ഥനാമുറി ദൈവം ആഴത്തിൽ സംസാരിച്ചൊരു ദൂത് ഞാൻ നിങ്ങളോടൊന്ന് കണക്ട് ചെയ്യാം. സ്തോത്രം, ഞാൻ നിങ്ങളോട് പറയാൻ വന്നൊന്നുമല്ലേ. സ്തോത്രം, ശരിക്കും സ്തോത്രം ഇങ്ങനൊരു മീറ്റിങ്ങിനകത്ത് ഇത് പറയണമെന്നും എനിക്കറിയത്തില്ല. പക്ഷേ സ്തോത്രം ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, കർത്താവ് സ്തോത്രം ഞാൻ ഇന്നലെ ആ ദൂതൊക്കെ പ്രാപിച്ചിട്ട് ഞാൻ എൻ്റെ വൈഫിനോട് എന്നോട് പേഴ്സണലി ദൈവം സംസാരിച്ചൊരു കാര്യമാണ്. സ്തോത്രം, നിങ്ങൾക്ക് ഇന്ന് എൻ്റെ ദൈവം ആരാണെന്ന് ഇതിനകത്ത് കുറേ സഹോദരിമാരുണ്ടല്ലോ, നിങ്ങൾ വിശ്വസിക്കുക. സ്തോത്രം, നിങ്ങളെ ഒത്തിരി കർത്താവ് സ്നേഹിക്കുന്നു. ദൈവം ഒരു സ്തോത്രം വിവാഹ ബന്ധത്തിൽ കൂടി സ്തോത്രം ഒരു ഉടമ്പടി ചെയ്യുന്നവനായ ദൈവ നമ്മുടെ ദൈവം. സ്തോത്രം, ഇന്ന് ഈ പ്രഭാതത്തിൽ കേൾക്കേണ്ടവർ കേട്ടു. സ്തോത്രം, ഒരു വിവാഹ ബന്ധത്തിൽ കൂടി ഉടമ്പടി ചെയ്യുന്നവനായ എൻ്റെ ദൈവം. സ്തോത്രം, ഇതിനകത്ത് ഇരിക്കുന്ന സ്തോത്രം മിക്കവാറും എല്ലാവരും വിവാഹം കഴിഞ്ഞ് സ്തോത്രം കുടുംബമായിട്ട് ജീവിക്കുന്ന പ്രിയപ്പെട്ടവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം, നിങ്ങൾ വിശ്വസിച്ചോണം. സ്തോത്രം, ഈ അബ്രഹാമിനും സാറയ്ക്ക് നമ്മൾ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ട്. അവർക്ക് തലമുറകളില്ലാരും ദൈവം തലമുറകളെ കൊടുത്തതിനെ കുറിച്ച് നമ്മൾ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ചോദിക്കട്ടെ, സ്തോത്രം, അബ്രഹാമിനും സാറയ്ക്കും സ്തോത്രം തലമുറകൾ ഇല്ലാതിരുന്നതിനകത്തിൽ കുഴപ്പക്കാരൻ ആരായിരുന്നു? അബ്രഹാമിനായിരുന്നോ വിഷയം, സാറയ്ക്കായിരുന്ന വിഷയം? സ്തോത്രം, അബ്രഹാമിനായിരുന്ന വിഷയം, സാറയ്ക്കായിരുന്ന വിഷയം? ആർക്കെങ്കിലും മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ പറ്റുമെങ്കിൽ പറ. സ്തോത്രം, അബ്രഹാമിനായിരുന്നോ പ്രശ്നം, സാറയ്ക്കായിരുന്ന പ്രശ്നം? എന്ന് പറഞ്ഞ് ശാരീരിക പ്രശ്നം ഉണ്ടായിരുന്നത് അബ്രഹാമിനായിരുന്നു. മച്ചി ആയിരുന്നത് അബ്രഹാമാണോ അതോ സാറയാണോ? ആർക്കായിരുന്നു ശാരീരിക പ്രശ്നം ഉണ്ടായിരുന്നത്? ആർക്കെങ്കിലും ഒരാൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഞാൻ മുമ്പോട്ട് പോകാൻ പോവാം. നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, യെസ് യെസ് യെസ്, സാറയ്ക്കായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. സാറയാണ് മച്ചിയായിരുന്നത്. അതിന്റെ തെളിവ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 വർഷം കഴിയുമ്പോഴത്തേക്കിന് സ്തോത്രം സാറ പറയുന്നു ദാസി അടുക്കിലേക്ക് പോവുക. ദാസി മുഖാന്തരമായിട്ട് അബ്രഹാമിന്റെ തലമുറ ജനിക്കുന്നു. അപ്പൊ പ്രശ്നം സാറയ്ക്കായിരുന്നു. സാറയായിരുന്നു മച്ചി, അബ്രഹാമിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. സാറയാണ് മച്ചി. പക്ഷേ ഞാൻ നിങ്ങളെ ഉറപ്പിക്കുന്ന ഒരു ദൂത്, എൻ്റെ ദൈവത്തിന്റെ ക്യാരക്ടറാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ ദൈവത്തിന്റെ ക്യാരക്ടറാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്തോത്രം, സാറയ്ക്കായിരുന്നു പ്രശ്നം. പക്ഷേ എൻ്റെ ദൈവം തൻ്റെ ഉടമ്പടിക്കകത്തിൽ സാറയെ ഒഴിവാക്കിയില്ല. സാറയെ ഒഴിവാക്കിയില്ല. അത് ആഴത്തിൽ തൊടാൻ പോവാ. സ്തോത്രം, ദാസിയിൽ കൂടി സ്തോത്രം അബ്രഹാമിന്റെ ഒരു തലമുറ ജനിക്കുന്നത് സാറയുടെ പെർമിഷനോട് കൂടി തന്നാണ്. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഉടമ്പടി അത് കഴിഞ്ഞ് സാറയുടെ കാലഘട്ടം കഴിഞ്ഞ് സ്തോത്രം അബ്രഹാമിന് വേറൊരു ഭാര്യ ഉണ്ടായിരുന്നു, കെതൂറയിൽ നിന്ന് അടുത്ത തലമുറകളൊക്കെ ജനിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ദൈവത്തിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോണേ. സ്തോത്രം, ഈ കാലഘട്ടത്തോടുള്ള ആഴത്തുള്ളൊരു ദൂതൂട നിങ്ങളെ ഉറപ്പിക്കുന്ന, നല്ല കുടുംബജീവിതം നയിക്കുന്നവരെ ഉറപ്പിക്കുന്ന ഒരു ദൂതൂട. സ്തോത്രം, അബ്രഹാമിന്റെ റിയൽ ആയിട്ടുള്ള ദൈവം അക്സെപ്റ്റ് ചെയ്ത അദ്ദേഹത്തിന്റെ വൈഫാണ് സാറ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ഉടമ്പടി അബ്രഹാമിനോട് പറയുന്നത്, അബ്രഹാമേ എന്റെ ഉടമ്പടി നിനക്ക് വേറെ ഏതെല്ലാം തലമുറ ആരിൽ കൂടിയെല്ലാം ഉണ്ടായാണെങ്കിലും എന്റെ ഉടമ്പടി സാറയോടുള്ള ബന്ധത്തിലായിരിക്കും. എന്റെ ഉടമ്പടി സാറയോടുള്ള ബന്ധത്തിലായിരിക്കും. അവൾ മച്ചിയായിരിക്കും, അവൾക്ക് ബലഹീനതയുണ്ടായിരിക്കും. പക്ഷേ എന്റെ ഉടമ്പടിയുടെ ബന്ധം സ്തോത്രം അല്ലേ നിന്റെ റിയൽ വൈഫിൽ കൂടിയായിരിക്കും. എന്റെ വാഗ്ദത്തം പുറത്തു വരുന്നത് നിന്റെ റിയൽ വൈഫിൽ ആയ സാറയിൽ കൂടിയായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്രയൊക്കെ സന്തോഷമുണ്ട്. നിന്റെ കുടുംബജീവിതത്തിനകത്ത് ദൈവത്തിന്റെ മുഴുവൻ ബ്ലെസ്സിങ്ങും കണക്റ്റായി കിടക്കുന്നത്. ഇന്ന് പകൽ ഞാൻ പറയാം, ആരെല്ലാം അല്ലെന്ന് ലോകത്തിൽ പറഞ്ഞാലും ഹല്ലേലൂയ, ദൈവം തന്റെ ഉടമ്പടി ഉറപ്പിക്കുന്നത് ഇസ്മയിലിൽ കൂടിയല്ല, കെതൂറയിൽ അബ്രഹാമിനുണ്ടായ മക്കളിൽ കൂടെയല്ല. ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ. അബ്രഹാമേ ഹല്ലേലൂയ സ്തോത്ര, സാറയിൽ കൂടി തന്നെ സ്തോത്ര ഒരു ഇസഹാക്കിനെ തന്നിട്ട് ഞാൻ എനിക്കും
നിന്നോടുള്ള ഉടമ്പടിയെ ഉറപ്പിക്കുന്ന ദൈവമാണ്. ഈ പകൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ലൈഫിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ ചില ഉടമ്പടികളെ ദൈവം സാഹചര്യങ്ങൾക്കപ്പുറമായി, സാധ്യതകൾക്കപ്പുറമായി ഉറപ്പിക്കുന്ന ദൈവ. ഈ പകൽ നിങ്ങൾ വിശ്വസിച്ചോണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ കുടുംബജീവിതത്തിലുള്ള, നിന്റെ തലമുറയോടുള്ള ബന്ധത്തില്, നിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തില് ദൈവം ചില ഉടമ്പടികളെയും അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഈ വർഷം ദൈവം വിശ്വസ്തനാണെന്ന് ആത്മാവ് ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഈ പ്രഭാതത്തിൽ ശക്തമായി ദൂത് കൈമാറുകയാണ്. നിങ്ങൾ ഇന്ന് പകൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇത് എന്തിനാ ദൈവദാസനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം പുതിയതൊന്ന് ചെയ്യുമ്പോൾ അത് ബൈറൂട്ട് വഴിയല്ല ചെയ്യുന്നത്, നിന്റെ പ്രതികൂലത്തിനകത്തിൽ തന്നെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന്. സ്തോത്രം. ദൈവം വ്യവസ്ഥകളുടെ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. വ്യവസ്ഥ വിട്ട് ദൈവം തന്റെ വാഗ്ദത്തം ഉറപ്പിക്കത്തേയില്ല. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഉറപ്പിക്കത്തേയില്ല. അബ്രഹാം ഇശ്മയേലിനെ എടുത്തോണ്ട് ദൈവത്തിന്റെ സന്നിധി എന്നിട്ട് പറയുകയാണ്, കർത്താവേ ഒരു കുഴപ്പമില്ല, നീ എന്നിൽ കൂടെ ഉറപ്പിക്കാവും. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണേ, നീ എന്നിൽ കൂടെ ഉറപ്പിക്കാവുന്നല്ലേ പറഞ്ഞത്, നോ പ്രോബ്ലം. ഇശ്മയിൽ നിൽക്കുന്നു. പക്ഷെ ദൈവത്തിന് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്, ഇശ്മയിൽ ആര് ത്രൂ വന്നതാ? നിന്റെ ഒഫീഷ്യൽ വൈഫിൽ നിന്നാണോ വന്നത്? നോ, നോ, ഞാൻ ഉറപ്പിക്കത്തില്ല. ഈ കാലഘട്ടത്തിന്റെ ദൂത് കേൾക്കേണ്ടവർ ചെവി തുറന്ന് കേട്ടോ. ഈ കാലഘട്ടത്തിന്റെ ദൂത്, ഈ കാലഘട്ടത്തിൽ ലിവിങ് ടുഗദറും കെട്ടാതെ കല്യാണവും അല്ലാതെ പല നിലവാരത്തിൽ നടക്കുമ്പോൾ ഇന്ന് രാത്രി ഹല്ലേലൂയ അങ്ങനെ ഉള്ളവർക്ക് ഇത് പ്രശ്നവും അല്ലാത്തവർക്ക് ഇത് ഉറപ്പുമാണ്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ നടക്കുന്നവർക്ക് ഇത് പ്രശ്നവും, എന്നാൽ യഥാർത്ഥമായി വിശുദ്ധിയുടെ ഒരു കുടുംബജീവിതം നയിക്കുന്നവർക്ക് ഈ ദൂത് ഒരു ഉറപ്പും ധൈര്യവുമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിന്റെ കുടുംബത്തോടുള്ള ദൂത ഇതാ. സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാമേ, എനിക്കും നിന്നോടുള്ള ഉടമ്പടി നിന്റെ വൈഫ് സാറയിൽ കൂടി. ദൈവം എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഒരുപക്ഷെ നിന്റെ കുടുംബത്തിനകത്തില് ഹല്ലേലൂയ ഒത്തിരി വിഷയങ്ങളെ നേരിട്ടായിരിക്കും നീ മുമ്പോട്ട് പോകുന്നത്. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവാത്മ പറയുന്നു, സ്തോത്രം, നീ ഹല്ലേലൂയ ഒരു ഒഫീഷ്യൽ ഹല്ലേലൂയ വിശുദ്ധിയുടെ കുടുംബജീവൻ നയിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ നീ വിശ്വസിച്ചോ. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറകളുള്ള ബന്ധത്തിൽ ദൈവം നടത്തി തരാൻ പോകുന്ന ദൈവത്തിന്റെ വിടുതലുകൾ കാണത്തക്ക നിലവാരത്തിൽ ദൈവം നിന്റെ കുടുംബത്തിനകത്ത് ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണെന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ശക്തമായി ദൂതിൽ കൂടി നിന്നെ ഉറപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആനകൾ കെട്ടി റിമനിയാസിയാൽ കെട്ടിയ ദീപരാറകഷുടിയ നഗസിയാരകൾക്ക് എന്തോ സ്തോത്രം. ഇന്ന് ഈ ദൂത് നിങ്ങളോട് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ ദൈവാത്മ ഇടപെടുക. നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞാൻ ഇനി ഒരു കാര്യം കൂടെ ആഴത്തിൽ പറയാം. സ്തോത്രം. എനിക്കറിയത്തില്ല, എന്തോ പരിശുദ്ധാത്മാവ് ഇത് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം. ഈ സംഭവം നിങ്ങളോട് പറയാൻ വന്നൊരു സാധനമല്ല ഞാൻ. പക്ഷെ എന്തോ കർത്താവിനോട് ഭയങ്കര ആഴത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ പറയുന്നു എന്നോട് ഇന്ന് ഈ പ്രഭാതത്തിൽ. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ. ദൈവം പറയുന്നു, ഞാൻ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. ഇവിടം കൊണ്ട് ദൈവം സ്റ്റോപ്പ് ചെയ്യുക. ഇവിടം കൊണ്ട് ദൈവം സ്റ്റോപ്പ് ചെയ്യുക. ഈ 3 തലമുറയെ മാത്രം എടുത്തിട്ട് ദൈവം പറയുന്നു, സ്തോത്രം, ഞാൻ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. പിന്നെ ബാക്കി യാക്കോബിന്റെ മക്കളുടെയൊന്നും പേര് പറഞ്ഞിട്ട് ദൈവം ഞാൻ അവരുടെ ദൈവം ഒന്നും പറയുന്നില്ല. സ്തോത്രം. അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബിന്റെ പേര് മാറ്റിയിട്ട് ദൈവം പറഞ്ഞു, ഞാൻ ഇസ്രയേലിന്റെ ദൈവം. പക്ഷേ ഈ 3 പേരുകളിൽ മാത്രം ദൈവം നിൽക്കുന്നു. വൈ? വാട്ട് ഈസ് ദ റീസൺ? സ്തോത്രം. അതിനപ്പുറത്തേക്ക് ദൈവം പോകുന്നില്ല. ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങൾ ആരും അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലേ, ദൈവം ഉടമ്പടികളുടെ ദൈവമാണ്. നീ ഉടമ്പടിക്കകത്ത് നിന്നാൽ നിന്നോട് ദൈവം ഉടമ്പടി ചെയ്യുന്ന ദൈവമാണ്. ആർക്കും മാറ്റം പറ്റാത്ത ഉടമ്പടി ദൈവം ചെയ്യുന്ന ദൈവമാണ്. സ്തോത്രം. അബ്രഹാം, സ്തോത്രം, ഹല്ലേലൂയ, അബ്രഹാമിന്റെ വൈഫായ സാറയിൽ കൂടി ജനിച്ച ഇസഹാക്കിന് ഹല്ലേലൂയ ഒരു ഭാര്യ എടുക്കാൻ നേരത്ത് അബ്രഹാം പറയുന്ന തന്റെ ദാസനായ എലയാസൽ കൂടി പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ചുമ്മാതെ പോയി കണ്ടെടുത്തുനിന്നൊന്നും എന്റെ പ്രിയപ്പെട്ടവൾക്ക് നീ ദാസി എടുക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. എവിടുന്ന് എടുക്കണമെന്ന് ഹല്ലേലൂയ അവനോട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സ്തോത്രം. അവനെ കൃത്യമായിട്ട് ഹല്ലേലൂയ തന്റെ ഹല്ലേലൂയ കുടുംബത്തിലേക്ക് തന്നെ പറഞ്ഞു വിടുകയാണ്. സ്തോത്രം. അവിടുന്ന് ഒരു റിബേക്ക എടുക്കുകയാണ്. സ്തോത്രം. ആ റിബേക്കയിൽ കൂടി ഹല്ലേലൂയ ഇസഹാക്കുമായിട്ടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ ഒരു തലമുറ, ഹല്ലേലൂയ ഒരു ജനറേഷൻ ജനിക്കുക. ഇസഹാക്കിയ ജനറേഷൻ. ഈ ജനറേഷന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ജനറേഷന്റെ പ്രത്യേകത ഞാൻ പറയാം.
സ്തോത്രം. തന്റെ ഭാര്യ മച്ചിയാണെങ്കിലും സ്തോത്രം, മറ്റൊരു ഭാര്യ താൻ എടുക്കാൻ പോകുന്നില്ല. തന്റെ ഭാര്യ മച്ചിയാണെങ്കിൽ പ്രാർത്ഥിച്ച് അവളുടെ ഗർഭപാത്രത്തെ അവൻ തുറക്കുകയാണ്. സ്തോത്രം. ഇന്ന് ഈ പ്രഭാതത്തിൽ ചില ദൂത് ദൈവമക്കളോട് കൈമാറുക. നിന്റെ കുടുംബത്തിന്റെ ഏതെങ്കിലും മേഖലകൾക്കകത്തില്ല സ്തോത്രം, ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ സ്തോത്രം, സെക്കൻഡ് റൂട്ട് ലോകപ്രകാരം എടുക്കുകയല്ല. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ, നീ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഉടമ്പടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ ദൈവാത്മ പറയുന്നു, നീ കണ്ടിട്ടില്ലാത്ത പുതിയതൊന്ന് നിന്റെ വീടിനകത്തിൽ ചെയ്യുവാൻ തക്കോള എന്റെ ദൈവം വിശ്വസ്തനാണ്. എന്റെ ദൈവം വാക്കുമാറാത്ത ദൈവമാണ്. ഇന്ന് പകൽക്കാലം നിന്റെ പിതാക്കന്മാർ ചെയ്ത നിയമം നിന്റെ കുടുംബത്തോട് ചെയ്ത് ഉറപ്പിക്കുവാൻ തക്കവണ്ണം എന്റെ ദൈവം വിശ്വസ്തന. ബൈറൂട്ടിന്റെ ദൈവം എടുക്കത്തില്ല, ബൈറൂട്ടിന്റെ ദൈവം അംഗീകരിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവം വ്യവസ്ഥയിൽ നിൽക്കുന്ന ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഇസ്ഹാക്ക് പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം, ഞാനൊരു ബൈ റൂട്ട് എടുക്കാൻ പോകുകയാണ്, എന്റെ വൈഫിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. ഇന്ന് പകൽക്കാലം നിന്റെ കുടുംബത്തിനകത്തിൽ നിന്റെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, നിന്റെ വൈഫ് ആയിക്കോട്ടെ, നിന്റെ തലമുറകളായിക്കോട്ടെ, ഏതെങ്കിലും വിഷയങ്ങൾക്ക് ഭാരത്തോടെ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളൊരു ദൂത് കൈമാറിയ വിശ്വസിക്കാൻ കഴിയുന്നവർ വിശ്വസിച്ചോ. നീ പ്രാർത്ഥിച്ചാൽ അതിനകത്ത് ചിലത് തുറക്കാൻ പോകുകയാണ്. നീ പ്രാർത്ഥിച്ചാൽ അതിനകത്ത് ചിലത് തുറക്കാൻ പോകുക. ചില തലമുറകൾ മേൽ ഭാവി തുറന്നു വരാൻ പോകുക. ചില കുടുംബത്തിന്മേൽ ഭാവി തുറന്നു വരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ കർത്താവ് ശക്തമായിട്ട് കുടുംബങ്ങളെ നോക്കി ആത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, ചില കുടുംബങ്ങൾക്കകത്ത് ചില തുറവികൾ സംഭവിക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഹറമാന ശംധലാദികൾ കിട്ടിയ കർത്താവ് പറയുന്നു, മുമ്പുള്ളവയെ നീ ഓർക്കണ്ട, പണ്ടുള്ളവയെ നീ നിരൂപിക്കണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ചില കുടുംബങ്ങൾക്കകത്തിൽ ചില തുറവികൾ സംഭവിക്കാൻ പോകുന്നു, ചില തുറവികൾ സംഭവിക്കാൻ പോകുന്നു. ആത്മാവ് ഇന്ന് പകൽക്കാലം ശക്തമായിട്ട് ദൂത് വിളിച്ചു പറയുന്നു, നിന്റെ കുടുംബ ബന്ധത്തോടുള്ള ബന്ധത്തിൽ, അവരുടെ ഭാവിയോടുള്ള ബന്ധത്തിൽ യേശുവിന്റെ നാമത്തിൽ നിന്നെ കാണിക്കത്തില്ലെന്ന് പറയുന്ന ചില നന്മകളെ യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ദൈവാത്മ പറയുന്നു, തുറന്നു തരാൻ പോകുന്നു. അവൻ തുറന്നു തരാൻ പോകുന്നു. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ കൂടാരത്തിന്റെ കുറ്റികളെ നീ വിശാലമാക്കുക ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ചിലത് ദൈവം തുറന്നു തരാൻ പോകുന്നു. വിശ്വസിക്കാൻ കഴിയുന്നവർ ആമേൻ പറഞ്ഞു. ചിലത് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ തുറന്നു തരാൻ പോകുന്നു. ഈ പ്രഭാതം ഒരു തുറവിയുടെ പ്രഭാതമെന്ന് ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഈ പ്രഭാതം ഒരു തുറവിയുടെ, ചില കുടുംബങ്ങൾക്കകത്തിൽ ചില ദൈവം തുറന്നു തരാൻ പോകുന്ന ഒരു പ്രഭാതമാണ്. ഈ പ്രഭാതം ചില തലമുറകളുടെ മേൽ ദൈവം ചിലത് തുറന്നു തരാൻ പോകുന്ന ഒരു പ്രഭാതമാണെന്ന് ആത്മാവ് ഇന്ന് പകൽക്കാലം ശക്തമായിട്ട് ഇടപെടുന്നു. ഈ കേൾക്കുന്ന ദൂത് നിങ്ങളുടെ കുടുംബത്തിനകത്തിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഈ നിമിഷം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ നിന്റെ വ്യവസ്ഥ പ്രകാരം ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാ കർത്താവേ. ഞാൻ നിന്റെ വ്യവസ്ഥ പ്രകാരം കർത്താവേ ഒരു കുടുംബജീവിതം മുൻപോട്ട് കൊണ്ടുവന്ന വ്യക്തിയാ. എന്റെ കുടുംബജീവിതത്തിനകത്ത് കർത്താവേ ഇന്ന വിഷയങ്ങൾ കിടപ്പുണ്ട്. അത് നിന്റെ ഹസ്ബൻഡിനോടുള്ള ബന്ധത്തിലായിക്കോട്ടെ, നിന്റെ വൈഫിനോടുള്ള ബന്ധത്തിലായിക്കോട്ടെ, നിന്റെ തലമുറകളോടുള്ള ബന്ധത്തിലായിക്കോട്ടെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ വ്യവസ്ഥകളുടെ ദൈവം ഇന്ന് പകൽക്കാലം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ മതിയായ ദൈവമാ, നിന്റെ തലമുറയെ അനുഗ്രഹിക്കാൻ മതിയായ ദൈവമാ. ദൈവം ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം പറയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അല്ലെ ഇസ്ഹാക്കിനോട് സംസാരിക്കും പറയും, യാക്കോബിനോട് സംസാരിക്കും പറയുന്ന ഒരു ദൈവമുണ്ട്. അല്ലെ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാ ഞാൻ, അബ്രഹാമിന്റെ ദൈവം, അല്ലെ ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബേ ഹല്ലേലൂയ ഞാൻ നിന്റെയും ദൈവമാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധം ശക്തമായിട്ട് അല്ലെങ്കിൽ സംസാരിക്കുന്നു. അവൻ തലമുറയെ നിന്റെ സങ്കേതമാകുന്ന ദൈവമാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ തലമുറകൾക്ക് വേണ്ടി അവൻ കരുതുന്ന ദൈവമാ. ഈ പകൽ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽക്കാലം ചില കരുതലുകളെ ചില കുടുംബങ്ങൾക്ക് വേണ്ടി, ചില തലമുറകൾക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ ദൈവം ഇന്ന് പകൽക്കാലം സൃഷ്ടിച്ചു തരാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ചില തലമുറകൾക്ക് വേണ്ടി ചിലത് സൃഷ്ടിച്ചു തരാൻ പോകുന്നു. ഓ സ്തോത്രം ഹല്ലേലൂയ. ചില മേഖലകളിൽ ഭയങ്കരമായിട്ട് ദൈവാത്മാവിനെ കണക്ട് ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഈ പകൽക്കാലം ഞാൻ പറയാം ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, യാക്കോബ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഇസ്ഹാക്കാകുന്ന തന്റെ പിതാവിന്റെ അനുഗ്രഹമൊക്കെ മേടിച്ച് താന് സ്തോത്രം ലാബാന്റെ ഭവനത്തിലേക്ക് താന് സ്തോത്രം യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു വഴിയിൽ വരുമ്പോൾ, ഒരു വഴിവക്കിലെത്തുമ്പോൾ അവന്റെ സൂര്യൻ അസ്തമിച്ചിട്ട് യാക്കോബ് ഒരു കല്ല് തലയണയായി വെച്ച് കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അവന്റെ ഭാവി ഇനി എന്താകുമെന്ന് അറിയത്തില്ല. താന് സ്തോത്രം തന്റെ സഹോദരനാകുന്ന ഏശാവ് തനിക്ക് വിരോധമായി നിൽക്കുന്നു. താന്
തൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക് ഓടിപ്പോകുന്നു. ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് സ്തോത്രം ഒരു സ്ഥലത്ത് വരുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നത്. ഒരു സ്ഥലത്ത് വരുമ്പോൾ സൂര്യൻ അസ്തമിക്കുക. ഇനി മുമ്പോട്ട് എങ്ങനെ പോകണമെന്നറിയാതെ യാക്കോബ് ഒരു കല്ല് തലയണയായി വെച്ച് കിടന്ന് അവിടെ ഉറങ്ങുക. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു ദൂത് ഞാൻ നിങ്ങളോട് കൈമാറാം. ചില മേഖലകളിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ, മുമ്പോട്ട് പോകാൻ വഴിയില്ലാതെ ഭാരപ്പെടുമ്പോൾ, എൻ്റെ ദൈവം ഉടമ്പടികളുടെ ദൈവമാണ്. എൻ്റെ ദൈവം ഉടമ്പടികളുടെ ദൈവമാണ്. അവൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല. അബ്രഹാമിനോട് പറഞ്ഞൊരു ഉടമ്പടിയുണ്ട്. അബ്രഹാമേ സ്തോത്രം, ഞാൻ നിന്റെ തലമുറകളെ അനുഗ്രഹിക്കാം. ഇസഹാക്കെ, നീ എൻ്റെ വ്യവസ്ഥയിൽ നിന്നതാ, നിന്റെ തലമുറയെ ഞാൻ കൈവിടത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ഒരു ദൂത് കൈമാറുക. സ്തോത്രം. യാക്കോബ് ഹല്ലേലൂയ ഒരു കല്ല് തലമുറയായി വെച്ച് അവിടെ കിടക്കുമ്പോൾ, അല്ലെ ഈ ലോകത്തിന്റെ സൂര്യൻ അസ്തമിക്കുമ്പോൾ, ഹല്ലേലൂയ അസ്തമിക്കാത്ത നീതി സൂര്യനായ ദൈവം അവന് വേണ്ടി അവിടെ വെളിപ്പെടുകയാണ്. അവന് വേണ്ടി അവിടെ വെളിപ്പെടുക. ഇന്ന് പകൽക്കാലം ആരോടൊക്കെയോ പരിശുദ്ധ ശക്തമായിട്ട് ഇടപെടുന്നു. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ ജീവിതത്തിന്റെ ചില മേഖലകൾക്കകത്തില് ഹല്ലേലൂയ സകലതും അസ്തമിക്കുമ്പോൾ ഹല്ലേലൂയ നിന്നോട് ഉടമ്പടി ചെയ്യുവാൻ തക്കവണ്ണം ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ തലമുറയോട് ഉടമ്പടി ചെയ്യുവാൻ തക്കവണ്ണം ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഈ പകൽക്കാലം വിശ്വസിച്ചോ. ഹല്ലേലൂയ യാക്കോബിനോട് ആ ദൈവം സംസാരിക്കുക. യാക്കോബേ, നീ ഒറ്റപ്പെട്ടവനെ പോലെ നിൽക്കുക അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ലല്ലേ? യാക്കോബ് കാണും ദർശനമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. സ്വർഗത്തോളം എത്തുന്ന ഒരു കോവേണി, അതിനകത്തിൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആഴത്തിൽ ഞാൻ ദൂതിനെ ഒന്ന് കണക്ട് ചെയ്യാം. ഹല്ലേലൂയ സ്തോത്രം. നിനക്ക് പ്രൊട്ടക്ഷൻ തരാൻ ആരുമില്ല, നിന്നെ സഹായിപ്പാൻ ആരുമില്ല, നീ ഒറ്റയ്ക്ക. പക്ഷെ നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് കാവൽ തരുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ തലമുറയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ആരോടൊക്കെയോ പരിശുദ്ധം ശക്തമായിട്ട് ഇടപെടുന്നു. നിന്റെ തലമുറ ഒറ്റപ്പെട്ട മേഖലകളിൽ അവർക്ക് വേണ്ടി കാവൽ നൽകുന്ന ദൈവം, പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറയ്ക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബത്തിന് വേണ്ടി കാവൽ തരുന്ന ഒരു ദൈവം. അവർ ഒറ്റപ്പെട്ട സാഹചര്യത്തിന് നടുവില് യേശുവിന്റെ നാമത്തിൽ അവർ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദർശനങ്ങളിലേക്ക്, സ്വപ്നങ്ങളിലേക്ക് കടത്തിവിടുന്ന ഒരു ദൈവമുണ്ട്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോ. ഇന്ന് പകൽക്കാലം നിന്റെ തലമുറയെ ദൈവം കണക്ട് ചെയ്യാൻ പോകുകയാണ്. നിന്റെ തലമുറയെ ദൈവം സ്വർഗവുമായിട്ട് കണക്ട് ചെയ്യാൻ പോകുകയാണ്. യാക്കോബിന് ഇതുവരെയും ഹല്ലേലൂയ അതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. അപ്പന്റെ അനുഗ്രഹത്തെ പറ്റിച്ചു മേടിച്ചതാ. ഹല്ലേലൂയ ദൈവമായിട്ടൊരു വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, അവൻ ഒറ്റപ്പെട്ട സാഹചര്യത്തിനകത്തിൽ അവന് വേണ്ടി ഇറങ്ങി വന്ന് കണക്ട് ചെയ്യുന്ന ദൈവം, ദർശനങ്ങളെ അവന് തുറക്കുന്ന ദൈവം, ഹല്ലേലൂയ ദൈവിക ഇടപെടലുകൾ അവന് തുറക്കുന്ന ദൈവം, ഹല്ലേലൂയ ദൈവം അവന് വേണ്ടി സംസാരിക്കുക. ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിച്ചു. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ദർശനങ്ങളെ തുറക്കാൻ പോകുക. ഹല്ലേലൂയ വാഗ്ദത്തങ്ങളെ തുറക്കാൻ പോകുക. അവരുമായി ദൈവം ഉടമ്പടികളെ ചെയ്യാൻ പോകുക. അവർ ദൈവവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് കണക്ട് ആകാൻ പോകുക. ഈ പകൽ പ്രാർത്ഥിക്കുന്ന ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്ന പ്രാർത്ഥിച്ചു. കർത്താവേ, എന്റെ തലമുറയായിരിക്കുന്നിടത്ത് ഇന്ന് പകൽ ദൈവം ഒന്ന് തൊടണമേ, ഇന്ന് പകൽ ദൈവം ഒന്ന് സംസാരിക്കണമേ. എന്തോ പരിശുദ്ധം ശക്തമായിട്ട് ചിലരോട് ദൂത് കൈമാറുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ തലമുറയോട് ദൈവം ഇടപെടാൻ പോകുന്നു. നിന്റെ തലമുറയോട് ദൈവം സംസാരിക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ അവരെ ദൈവം കണക്ട് ചെയ്യാൻ പോകുന്നു. ശബ്ദലാദികൾക്കിട്ട് നിങ്ങൾ ഈ ദൂതനെ വിശ്വസിച്ചോ. ഇന്ന് പകൽക്കാലം ഇന്നലകളിൽ നിങ്ങളുടെ തലമുറകളുടെ അവസ്ഥകൾ എന്തുമായിക്കോട്ടെ, ദൈവത്തിന് അതൊരു വിഷയമല്ല. കർത്താവ് ഇന്ന് പകൽക്കാലം പറയുന്നു, ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു, ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു എന്നുള്ള ദൂതിനെ ദൈവം കണക്ട് ചെയ്യുമ്പോൾ, ദൈവം റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറ, എന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം പുതിയൊന്ന് ചെയ്യാൻ പോകുന്നു, എന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം പുതിയൊന്ന് ചെയ്യാൻ പോകുന്നു, ഞങ്ങളുടെ ആത്മീയ അവസ്ഥയ്ക്ക് വേണ്ടി പുതിയൊന്ന് ചെയ്യാൻ പോകുന്നു. ചില കുടുംബങ്ങളുടെ ആത്മീയ അവസ്ഥകൾക്ക് സ്വർഗത്തിലെ ദൈവം ഒരു മാറ്റം വരുത്താൻ പോകുന്നു. ആത്മാവ് ശക്തമായി ഇടപെടുന്നു. പുതിയതൊന്നും നിന്റെ കുടുംബത്തിൽ ഒരു പുതിയ ആത്മീയ അന്തരീക്ഷത്തെ കർത്താവ് നിങ്ങളുടെ കുടുംബത്തിനകത്തിൽ സെറ്റ് ചെയ്യാൻ പോകുന്നു. കെട്ടി പ്രവിടകര ശുടിയാനകൾ കെട്ടിയ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ റിഖമന സിയാരകൾ കെട്ടിയ റീമന ശുടിയാനകൾ കെട്ടിയ റീമന സിയാരകൾ കെട്ടിയ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവം പുതിയതൊന്ന് ചെയ്യുന്നു, പുതിയതൊന്ന് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ചിലത് ദൈവം മടക്കിയെടുക്കാൻ പോകുന്നു പകൽക്കാലം കേട്ടോ. ചിലതിനെ ദൈവം പകൽക്കാലം മടക്കിയെടുക്കാൻ പോവുകയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്ന പെട്ടെന്നൊരു വചനം പെട്ടെന്ന് ഭയങ്കരമായിട്ട് പരിശുദ്ധ കണക്ട് ചെയ്യുന്നതന്നെ. ഹല്ലേലൂയ സ്തോത്രം. യെശയ്യാവ് 42-ാം അധ്യായത്തിന്റെ സ്തോത്രം 22-ാമത്തെ വാക്യത്തില് ഇങ്ങനൊരു പദം കിടപ്പുണ്ട്. ഹല്ലേലൂയ, എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ജനമാകുന്നു. എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ജനമാകുന്നു. ഞാൻ പ്രാരംഭത്തിൽ ഈ മീറ്റിംഗ് കയറിയപ്പോൾ ഞാൻ ആത്മനിയോഗത്തോടെ നിങ്ങളോട് പറഞ്ഞത്, ഹല്ലേലൂയ സ്തോത്രം,
നിങ്ങളുടെ ലൈഫിനകത്ത് ശത്രു മോഷ്ടിച്ചുകൊണ്ട് പോയത്, അല്ലെങ്കിൽ നിങ്ങളെ ശത്രു നശിപ്പിച്ചു കളഞ്ഞതിനെ ദൈവം ഇന്ന് രാത്രി മടക്കി തരാൻ, ഈ പ്രഭാതത്തിൽ മടക്കി തരാൻ പോവുകയാണെന്ന് ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഈ വചന വെളിപ്പാടിനെ പെട്ടെന്ന് കർത്താവ് കണക്ട് ചെയ്യുക. സ്വതന്ത്രം കർത്താവ് പറയുന്നു, ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ജനമാകുന്നു, അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയിരിക്കുന്നു. അടുത്ത പദം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കാരാഗ്രഹങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു, അവർ കവർച്ചയായി പോയി, ആരും വിടുവിക്കുന്നില്ല, അവർ കൊള്ളയായി പോയി, മടക്കി തരിക എന്ന് ആരും പറയുന്നതുമില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം ചിലതിനോട് കൽപ്പിക്കാൻ പോകുക, മടക്കി തരിക. ഇതുവരെ അങ്ങനെ കിടക്കാൻ കാര്യം എന്താണെന്നറിയോ? ശത്രു ആർത്തോണ്ട് പോയി, ശത്രു മോഷ്ടിച്ചോണ്ട് പോയി, ശത്രു ചില തടവറകൾക്കകത്ത് ചിലതിനെ കൊണ്ട് ഒതുക്കി. പക്ഷെ ഇന്ന് പകൽക്കാലം പരിശുദ്ധമ ശക്തമായിട്ട് ചിലൊരു തൂത് കൈമാറുന്നു. സ്തോത്രം, മടക്കി തരിക. നിന്റെ തലമുറയെ മടക്കി തരിക, നിന്റെ കുടുംബത്തെ മടക്കി തരിക, നിന്റെ നന്മയെ മടക്കി തരിക, അല്ലെ നിന്റെ അനുഗ്രഹങ്ങളെ മടക്കി തരിക. ഇതാരും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇന്ന് പകൽക്കാലം ആത്മാവിൽ നിങ്ങളൊന്ന് പറയാൻ തയ്യാറായിക്കോ, മടക്കി തരിക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ചിലത് മടങ്ങി വരാൻ പോവുക, ചിലത് മടങ്ങി വരാൻ പോവുക. ഈ 2026 സ്വത്രം ഈ ജനുവരി മാസം 12-ാം തീയതി ഞാൻ നിങ്ങളൊരു ദൂത് കൈമാറുക. ഈ പ്രഭാതത്തിൽ ആത്മാവിൽ നിങ്ങൾ ആദരം തുറന്ന് കൽപ്പിച്ചോ, മടങ്ങി വരിക, മടങ്ങി വരിക, മടങ്ങി വരിക. യാക്കോബിനോട് പറയും, നീ ഒറ്റപ്പെട്ട സാഹചര്യത്തിനൊടുവിൽ, ഭാവി ഇല്ലെന്ന് പറയുന്ന സാഹചര്യത്തിനൊടുവിൽ, ഭാവി എന്താകുമെന്ന് അറിയാത്ത സാഹചര്യത്തിൽ ദൈവം പറയുന്നു, യാക്കോബെ ഞാൻ നിന്നെ മടക്കി കൊണ്ടുവരും. ഹല്ലേലൂയ, മടക്കി കൊണ്ടുവരും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പരിശുദ്ധ ശക്തമായിട്ട് പറയുന്നു, ചിലത് ദൈവം മടക്കി തരാൻ പോകുന്നു, ചില ദൈവം മടക്കി എടുക്കാൻ പോകുന്നു. ചില ദൈവ പ്രവൃത്തികൾ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ആരംഭിക്കാൻ പോകുന്നു. ശത്രു മോഷ്ടിച്ചു കൊണ്ടുപോയത്, അല്ലെങ്കിൽ ശത്രു തടവറയിൽ ഇട്ടുവെച്ചിരിക്കുന്ന വിഷയത്തിനകത്തിൽ യേശുവിന്റെ നാമത്തിൽ ചില ദൈവ പ്രവൃത്തികൾ ഇന്ന് പകൽ റിലീസ് ആകുന്നു. ഇന്ന് പകൽക്കാലം വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം പരിശുദ്ധ ശക്തമായിട്ട് പറയുന്നു, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഭൂമിയുടെ അറ്റത്ത് നിന്ന് ദൂരത്ത് നിന്ന് ഹല്ലേലൂയ നിന്റെ പുത്രന്മാരെ, അല്ലെ നിന്റെ പുത്രിമാരെ എന്റെ നാമത്തിൽ ഞാൻ വിളിച്ച് ഞാൻ മഹത്വത്തിനായിട്ട് ചിലത് ചെയ്യാൻ പോകുന്നെന്ന് ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഈ പകൽക്കാലം വിശ്വസിക്ക്. തലമുറകളും, എനിക്കറിയത്തില്ല പരിശുദ്ധ ശക്തം പറയുന്നു, തലമുറകളുടെ മേൽ, ചില കുടുംബങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം പുതിയൊരു മഹത്വം ഇറങ്ങാൻ പോകുന്നു, പുതിയൊരു മഹത്വം ഇറങ്ങാൻ പോകുന്നു, പുതിയൊരു മഹത്വം നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ മഹത്വം ചില കുടുംബങ്ങളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ, കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി സ്വർഗം അയക്കുന്നു. ഇന്ന് പകൽക്കാലം ചിലരുടെ സ്റ്റാറ്റസുകളെ ദൈവം മാറ്റുന്നു, ചിലരുടെ സ്റ്റാറ്റസുകളെ ദൈവം മാറ്റുന്നു. ഈ പകൽക്കാലം വിശ്വസിച്ചു, നിന്റെ കുടുംബത്തിന്റെ സ്റ്റാറ്റസിനെ ദൈവം മാറ്റുന്നു, നിന്റെ തലമുറയുടെ സ്റ്റാറ്റസിനെ ദൈവം മാറ്റുന്നു. ഹല്ലേലൂയ. നിന്റെ വീടിന്റെ സ്റ്റാറ്റസുകളെ ദൈവം മാറ്റുന്നു. ഈ പകൽക്കാലം ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നു, പ്രാർത്ഥിച്ചു. പരിശുദ്ധമായ ഇന്ന് പകൽക്കാലം സ്റ്റാറ്റസുകൾക്ക് മേൽ ചേഞ്ചുകൾ. വിശ്വസിച്ചോ, ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, പുതിയത് ഞാൻ ചിലത് ചെയ്യുന്നു, പുതിയത് ഞാൻ ചിലത് ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പുതിയത്, പുതിയത്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ പുതിയത് ദൈവം ചിലത് ചെയ്യുന്നു. നിന്റെ തലമുറകളോടുള്ള, നിന്റെ ഭാവിയോടുള്ള ബന്ധത്തിൽ പുതിയത്, പുതിയത്. വീടിനോടുള്ള ബന്ധത്തിൽ പുതിയത് ചിലത് ചെയ്യുന്നത് ആത്മാവ് ഇന്ന് പകൽക്കാലം ശക്തമായിട്ട് ദൂത് വിളിച്ചു പറയുന്നു. ഈ പകൽക്കാലം വിശ്വസിച്ചു, ഹല്ലേലൂയ, ദൈവം പുതിയത് ചിലത് ചെയ്യുക, ദൈവം പുതിയത് ദൈവം ചെയ്യുക. ഈ പകൽക്കാലം ഞാൻ ആത്മാവിന്റെ ദൂത് നിങ്ങളോട് കൈമാറാം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ല ദൈവം ചെയ്യാൻ പോകുന്നത്. ഒന്നുകൂടെ ഞാൻ ആഴത്തിൽ നിന്നുകൊണ്ട് പറയാം. സ്തോത്രം. ഇന്നത്തെ സാഹചര്യം നോക്കിയിട്ട് നിങ്ങൾ ഭാവിയെ കുറിച്ച് ഒന്നും പറയരുത്. സ്തോത്രം. അബ്രഹാം ഒരിക്കല്, സ്തോത്രം, പറഞ്ഞൊരു കാര്യമുണ്ട്. സർവശക്തനായ ദൈവം അബ്രഹാമിന്റെ കൂടാരത്തിൽ ഇടപെടുമ്പോൾ അബ്രഹാം പറയുക, കർത്താവേ, നീ എനിക്ക് തലമുറയെ തന്നിട്ടില്ല. സ്തോത്രം. അതുകൊണ്ട് സാഹചര്യം നോക്കി അബ്രഹാം പറയാണ്, എന്റെ വീട്ടിലെ എന്റെ ദാസനാകുന്ന എലയാസർ എന്റെ അവകാശിയായി തീരും. സാഹചര്യം നോക്കി അബ്രഹാം. നിങ്ങൾ ശ്രദ്ധിക്കണം, അബ്രഹാമിനെ വിളിച്ച് ദൈവം ഒരു വലിയ വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷെ ആ വാഗ്ദത്തം നടക്കാതിരിക്കുവാൻ തക്കണം അബ്രഹാമിന്റെ വായിൽ കൂടി തന്നെ, സ്തോത്രം, ഹല്ലേലൂയ, നെഗറ്റീവ്
ആരോടാ പറയുന്നത്? സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ നിങ്ങളുടെ, ഹല്ലേലൂയ, സ്തോത്രം, കൂട്ടു സഹോദരിയോടോ കൂട്ടു സഹോദരനോടല്ല പറയുന്നത്, നാട്ടുകാരനോടല്ല പറയുന്നത്, സർവശക്തിയുള്ള ദൈവത്തോട് പറയുക ഇനി നടക്കത്തില്ലെന്ന്. സ്തോത്രം. വാഗ്ദത്തം പറഞ്ഞ ദൈവത്തോട് പറയുക ഇനി നടക്കത്തില്ലെന്ന്. സ്തോത്രം. നടക്കത്തില്ലെന്ന് അവനെ കൊണ്ട് പറയിപ്പിക്കാൻ അവന്റെ സാഹചര്യം അവനെ പ്രേരിപ്പിച്ചു. സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു അവനെ പ്രേരിപ്പിച്ചു നടക്കത്തില്ലെന്ന് പറയാൻ വേണ്ടി. സ്തോത്രം. ഈ നടക്കത്തില്ലെന്ന് പറയാൻ വേണ്ടി ശത്രു പ്രേരിപ്പിക്കുവാൻ ഭയങ്കര സാമർത്ഥ്യം കേട്ടോ. സ്തോത്രം. നിങ്ങൾ നടക്കത്തില്ലെന്ന് 1000 വാക്ക് പറയാൻ, അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന സാമർത്ഥ്യം, നിങ്ങൾ ഒറ്റ വാക്ക് നടക്കുമെന്ന് പറയാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവം ചിലത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ദൈവം ചിലത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇന്ന് പകൽക്കാലം ചിലതിനോട് കൽപ്പിക്കണം, ചിലത് സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ വാ തുറന്ന് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് വിരോധമായി ഇന്ന് പകൽക്കാലം സംസാരിക്കണം. സാഹചര്യങ്ങൾക്ക് വിരോധമായി ഇന്ന് പകൽക്കാലം ചിലത് സംസാരിക്കണം. ചിലത് നടക്കാൻ പോകാം. വിശ്വസിക്കുന്നു? ചിലത് നടക്കാൻ പോവുകയാണ്. സ്തോത്രം. ചിലത് നടക്കാൻ പോവുകയാണ്. സ്തോത്രം. ഇന്ന് പകലെ നിങ്ങൾ ഇത് കേട്ടുകൊണ്ട് നിങ്ങൾ സംസാരിക്കും. നിങ്ങൾ ഉറപ്പിക്കാൻ, ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടൊരു സാക്ഷി ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്രം. ഈ കർത്താവ് ഒരിക്കലും ഒരു അത്തിയെ നോക്കിയിട്ട് പറഞ്ഞു, ഇനി നിന്നിൽ ആരും ഫലം തിന്നാതെ പോട്ടെ. കാര്യം അതിനകത്ത് ഒരു ഫലവും കാണുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ഇനി അത് ഫലം തിന്നാതെ പോട്ടെ. ഒരു ദിവസം കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു ടെസ്റ്റ് മണി, അദ്ദേഹം ഇങ്ങനെ ഈ തിയറി ഒക്കെ ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെയുള്ള വിശ്വാസമൊന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കുക. അപ്പോഴാണ് ഒരു ദൈവദാസൻ ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേട്ടത്. സ്തോത്രം. അത്തിയോട് നിങ്ങൾ കൽപ്പിക്കുക, സ്തോത്രം, അത് വേരോടെ ഉണങ്ങിപ്പോകും. സ്തോത്രം. അദ്ദേഹം തന്റെ വീട്ടിൽ ചെന്നിട്ട് താൻ ചെയ്തൊരു കാര്യമുണ്ട്. സ്തോത്രം. എന്റെ വീട്ടിൽ ഒരു മരം നിപ്പുണ്ട്, വർഷങ്ങളായിട്ട് നിൽക്കുക, ഒരു നാരക മരം. സ്തോത്രം. അതിനകത്ത് ഒരു ഫലവും ഇല്ല. സ്തോത്രം. അപ്പോ പുള്ളിക്ക് ഇത് വിശ്വാസമുണ്ട്, എന്നാ ഒട്ട് വിശ്വാസം ഇല്ലതാണ്. സ്തോത്രം. വിശ്വാസമുണ്ട്, എന്നാ ഒട്ട് വിശ്വാസം ഇല്ലതാണ്. അപ്പം കരിഞ്ഞു പോകാൻ പറയുന്നതിന് മുമ്പേ പുള്ളിക്കാരൻ പറഞ്ഞു, കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ 1 വർഷം കൂടെ നോക്കാം. അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ വൃക്ഷത്തോട് നോക്കിയിട്ട് പറഞ്ഞു, സ്തോത്രം, വിശ്വാസമുണ്ട്, എന്നാ ഒട്ട് വിശ്വാസം ഇല്ലതാനും. പുള്ളി ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, കരിഞ്ഞു പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് ഞാൻ 1 വർഷം സമയം തരുന്നു, സ്തോത്രം, കായ്ക്കാൻ. കായ്ച്ചില്ലെങ്കിൽ ഉണങ്ങിപ്പോട്ടെ. 1 വർഷം സമയം തരുന്നു കായ്ക്കാൻ, കായ്ച്ചില്ലെങ്കിൽ ഉണങ്ങിപ്പോട്ടെ. അദ്ദേഹം പറഞ്ഞ സാക്ഷിയാണ്. സ്തോത്രം. ചില മാസങ്ങൾ കഴിഞ്ഞ് ചുമ്മാ അത് അങ്ങോട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേന് അത് കായ്ക്കാനായിട്ടിട, വർഷങ്ങളായിട്ട് കായ്ക്കാത്തത് കായ്ക്കാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. നിങ്ങൾക്ക് എന്തോ പിടികിട്ടി. ഇന്ന് പകൽക്കാലം നീ ചിലതിനെ നോക്കി വിശ്വാസത്തോടെ കൽപ്പിക്കണം, യേശുവിന്റെ നാമത്തിൽ ചിലത് വരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ചിലത് ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പറയുന്നത് അങ്ങനെ സംഭവിക്കും. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് കടലിൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ചിലതിനെ നോക്കി നിങ്ങൾ കൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, വിശ്വസിക്കുന്നവരിൽ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കുമെന്ന് ദൈവവചനം പറയുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ദൂത് പറയുന്നു, നിന്റെ മുൻപിൽ നിൽക്കുന്ന ചില പ്രതിസന്ധിയോട് ഈ പകൽക്കാലം നീ കടലിൽ ചാടിപ്പോവുക എന്ന് പറഞ്ഞാൽ അത് നിന്നെ അനുസരിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ നിന്റെ തലമുറയ്ക്കെതിരെ നിൽക്കുന്ന, നിന്റെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ നിന്റെ നന്മയ്ക്കെതിരെ നിൽക്കുന്ന ചില ശക്തികളോട് ഇന്ന് പകൽക്കാലം സെരുബാബേലിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ. ഇന്ന് പകൽക്കാലം നീ ആർപ്പിടുമ്പോൾ മഹാപർവ്വതങ്ങൾ സമനിലമായി മാറാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് നീ ഇന്ന് പകൽ ചിലതിനോട് കൽപ്പിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അത് നിന്റെ മുമ്പിൽ സമനിലമായി മാറാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ചിലത് സമനിലമായി മാറും. വിശ്വസിച്ചോ? ചിലത് സമനിലമായി മാറും. നിന്റെ തലയ്ക്ക് മുമ്പിൽ ഉയർന്നു നിൽക്കുന്നുവെന്ന് നിനക്ക് തോന്നുന്ന ചില വിഷയങ്ങൾ ഈ പകൽക്കാലം ദൈവാത്മ പറയുന്നു സമനിലമായി മാറാൻ പോകുന്നു. അത് സമനിലമായി മാറാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ സമനിലമായി മാറാൻ പോകുന്നു. കർത്താവ് പറയുന്നു, അത് സമനിലമായി മാറുമ്പോൾ അതിന്റെ മുകളിൽ നീ ചവിട്ടും, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ മുഴുവലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഇന്ന് പകൽക്കാലം ചിലതിനോട് നീ കൽപ്പിക്കുക, യേശുവിന്റെ നാമത്തിൽ എന്റെ മേൽ ഉയർന്നു നിൽക്കുന്ന മഹാപർവ്വതം നീ സമനിലമായി തീരുക. വിശ്വാസത്തോടെ ചിലതിന് മേൽ ചവിട്ടാൻ പറ്റുമെങ്കിൽ ചവിട്ട്. അത് സമനിലമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് നിന്റെ കാൽ കീഴെയാണ്. യേശുവിന്റെ നാമത്തിൽ ആ വിഷയം നിന്റെ കാൽ കീഴെ വന്നിരിക്കുന്നു. നീ അതിനെ ആത്മാവിൽ ചവിട്ടുക.
മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുന്നു, അതിനെ നീ ചവിട്ടുക, അതിനെ നീ ചവിട്ടുക യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. റമന സിയാരകൾ കെട്ടിയ കർത്താവ് ഇങ്ങനെ ഒരു ദൂത് കണക്ട് ചെയ്യുന്ന എന്നോട് പരിശുദ്ധം ഇങ്ങനെ പറയുന്നു, നാളുകളായിട്ട് വിടുതലെടുക്കേണ്ട ചില വിഷയങ്ങൾക്കകത്തില് വാഗ്ദത്തങ്ങളെ മുൻപോട്ട് മുൻപോട്ട് തള്ളിക്കൊണ്ടുപോകുന്ന, വാഗ്ദത്തങ്ങളെ മുൻപോട്ട് തള്ളിക്കൊണ്ടുപോകുന്ന, ഹല്ലേലൂയ സ്തോത്രം, സമയം കഴിഞ്ഞിട്ടും വാഗ്ദത്തങ്ങളിലേക്ക് എത്താൻ കഴിയാതെ ഹല്ലേലൂയ വാഗ്ദത്തങ്ങളെ പോസ്റ്റ്പോൺ ചെയ്യുന്ന ഹല്ലേലൂയ മുമ്പോട്ട് നീക്കിക്കൊണ്ടു പോകുന്ന ചില വിഷയങ്ങൾക്ക് ആത്മാവ് ഇന്ന് പകൽക്കാലം ശക്തമായിട്ട് ഇടപെടുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞാനിതാ പുതിയതൊന്ന് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. ഞാനിതാ പുതിയത് ഉറാമന ഷുഡിയാനകൾ കെട്ടി റീമനിയാദകൾ കെട്ടിയ റീമനാസിയാരകൾ കെട്ടിയ ഈ പകൽക്കാലം കർത്താവ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കത്തില്ല. നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. ഇന്ന് പകൽക്കാലം നിന്റെ ചില അവകാശങ്ങളുടെ മേൽ ദുഷ്ടൻ വെച്ചുകൊണ്ടിരിക്കുന്ന നുഖങ്ങളെ ഈ പകൽക്കാലം ദൈവം എടുത്തു മാറ്റിയിട്ട് കർത്താവ് ഇന്ന് പകൽക്കാലം ശക്തമായി ദൂത് കൈമാറുന്നു. നിനക്ക് വേണ്ടി അവൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഓ സ്തോത്രം. നിനക്ക് വേണ്ടി അവൻ പുതിയതൊന്ന് ചെയ്യുന്നു. വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിച്ചു. പുതിയതൊന്ന് ചെയ്യുന്നു. പുതിയത്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതം മുതൽ പുതിയത് ചില വീടുകളിൽ സംഭവിക്കാൻ പോവുകയാണ്. ഇന്ന് പ്രഭാതം മുതൽ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. സോഫിയ സെബാസ്റ്റ്യൻ ആന്റി വിശ്വസിച്ചു. ഇന്ന് പകൽക്കാലം മുതൽ വീടിനകത്തിൽ പുതിയത് ചിലത് ദൈവാമോ ചെയ്യാൻ പോകുന്നു. ചില വീടുകൾക്കകത്തിൽ ഇന്ന് പകൽക്കാലം മുതൽ പുതിയത് ചില ദൈവം ചെയ്യാൻ പോകുന്നു. ഈ അന്തരീക്ഷത്തിൽ ദൈവം പുതിയത് ചിലത് ചെയ്യാൻ പോകുന്നു. ഈ അന്തരീക്ഷത്തിൽ ദൈവം പുതിയത് ചിലത് ചില വീടിനകത്ത് ചെയ്യാൻ പോകുന്നു. അബ്രഹാമിനെ വിളിച്ച് വെളിയിലോട്ട് ഇറക്കിയിട്ട് ദൈവം പറയുന്നു, ആ നെഗറ്റീവുകളെ മാറ്റണം. അബ്രഹാമെ, നീ നോക്ക്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്ക്, ഇതിനെ എണ്ണാൻ പറ്റുമെങ്കിൽ എണ്ണിക്കോ. അല്ലല്ലോ ഇന്ന് പകൽ ആത്മാവ് പറയുന്നത്, സാഹചര്യം നോക്കി നീ പറയരുത്, സാഹചര്യം നോക്കി നീ കാര്യം പറയരുത്. വാഗ്ദത്തം ചെയ്ത ദൈവം അല്ലല്ലോ സ്റ്റിൽ എലൈവ്. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ എൽഷദായ ദൈവമായി, ജീവനുള്ള ദൈവമായി ഇന്ന് പകൽക്കാലം നിൽക്കുന്നു. നീ പിശാചിന് ഇടം കൊടുക്കരുത്. നീ നെഗറ്റീവ് പറഞ്ഞ് പിശാചിന് ഇടം കൊടുക്കരുത്. മുറിവുകളിൽ നിന്ന് പിശാചിന് ഇടം കൊടുക്കരുത്. ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി പുതിയത് ചെയ്യാൻ പോകുക. അതിപ്പോൾ ഉത്ഭവിക്കും. ആ പറഞ്ഞ വാഗ്ദത്തം നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറയുടെ മേൽ എന്റെ ദൈവം ഇന്ന് പകൽക്കാലം ചെയ്യുവാൻ തക്കോണം വിശ്വസ്തനാണ്. അത് തുറന്നു വരുന്നു. ചിലരോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഇന്ന് പകൽക്കാലം തുറന്നു വരിക. ഒരു തുറവ് എന്നോട് പരിശുദ്ധമായി ശക്തമായിട്ട് പറയുന്നു. ഇപ്പോൾ ചിലത് തുറന്നു വരുന്നു. അടഞ്ഞ ഗർഭപാത്രം തുറന്നു വരുന്നത് പോലെ ഹല്ലേലൂയ ഇപ്പോൾ ചിലത് തുറന്നു വരുന്നു. ഹല്ലേലൂയ ചില ഭാവികൾ തുറന്നു വരുന്നു. ഹല്ലേലൂയ ചില ഭാവി മണ്ഡലങ്ങൾ തുറന്നു വരുന്നു. നീ പ്രതീക്ഷിക്കാത്തതുപോലെ ചിലത് തുറന്നു വരിക. യേശുവിന്റെ നാമത്തിൽ ശത്രു അടച്ചത് ശത്രു മണ്ണിട്ട് മൂടിയത് ഇന്ന് പകൽക്കാലം അത് തുറന്നു വരിക. യേശുവിന്റെ നാമത്തില് സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് ചിലത് ഇന്ന് പകൽക്കാലം തുറന്നു വരിക. ഓ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ചിലതിന്റെ വലങ്കരത്തിൽ ഇന്ന് പകൽക്കാലം ദൈവം പിടിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തില് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വചനവെളിപ്പാടുകൂടെ കർത്താവിനോട് ശക്തമായിട്ട് ഈ മീറ്റിംഗ് കയറിയപ്പോ സ്തോത്രം എന്നോട് ശക്തമായിട്ട് കർത്താവ് ഇടപെട്ടൊരു വചനവെളിപ്പാടാണ്. പക്ഷെ പിശാച്, ഞാൻ ആ വചനം പെട്ടെന്ന് സ്തോത്രം എന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞുപോയി. പക്ഷെ ഞാൻ ഈ ദൂത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പരിശുദ്ധ ഭയങ്കരമായിട്ട് ആ വചനത്തെ കണക്ട് ചെയ്യുന്നു. സ്തോത്രം. ഈ യെശയ്യാവ് 44 അധ്യായത്തിന്റെ സ്തോത്രം അതിന്റെ 24 കഴിഞ്ഞിട്ടുള്ള വാക്യങ്ങളിലേക്ക് ഒരു ഇങ്ങനെ അവിടെ ഒരു പദം പറയുന്നുണ്ട്. നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, യഹോവയായ ഞാൻ സകലതും ഉണ്ടാക്കുന്നു. അടുത്തത്, ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു. 6 എന്നോട് കൂടി ഉണ്ടായിരുന്നു. അടുത്ത വചനം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഞാൻ ജൽപ്പകന്മാരുടെ ശകുനങ്ങളെ വ്യർത്ഥമാക്കുകയും പ്രശ്നക്കാരെ ഭ്രാന്തന്മാരാക്കുകയും ജ്ഞാനികളെ മടക്കി അവരുടെ ജ്ഞാനത്തെ ഭോഷത്വമാക്കുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ ദാസന്റെ വചനം നിവർത്തിച്ച് എൻ്റെ ദൂതന്മാരുടെ ആലോചന അനുഷ്ഠിക്കുന്നു. യെരുശലേമിൽ നിവാസികൾ ഉണ്ടാകുമെന്നും യഹൂദാ നഗരങ്ങൾ പണിയപ്പെടും, ഞാൻ അവയുടെ ഇടിവുകളെ നന്നാക്കും എന്നും കൽപ്പിക്കുന്നു. ഇന്ന് രാത്രി, ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവ് ചില കുടുംബങ്ങളെ നോക്കി ശക്തമായൊരു ദൂത് കൽപ്പിക്കുന്നു. നിന്റെ വീടിന് നാശം സൃഷ്ടിച്ച,
നിന്റെ വീടിന്റെ നന്മ എടുത്തു കളയാൻ വേണ്ടി പ്രതിസന്ധികൾ സൃഷ്ടിച്ച സ്തോത്രം ചില ശകുനവാദികൾ, സ്തോത്രം ചില പ്രശ്നക്കാര്, ചില ആഭിചാരകന്മാർ, ചില മന്ത്രവാദികൾ, ഇങ്ങനെയുള്ള ചില വിഷയങ്ങളെ ഇന്ന് പകൽക്കാലം ദൈവം തൊട്ടിട്ട് കർത്താവ് പറയുന്നു, സ്തോത്രം അതിനെ ഞാൻ ഫോഷത്തമാക്കി കളയും, സ്തോത്രം അതിനെ ഞാൻ നശിപ്പിച്ചു കളയും, അതിനെ ഞാൻ ഇല്ലാതാക്കി കളയും, അതിന്റെ പ്രവർത്തികളെ ഞാൻ ഇല്ലാതാക്കി കളയും. ഈ പകൽക്കാലം നിങ്ങൾ വിശ്വസിച്ചോ? ചില പ്രവർത്തികൾ, ശത്രുവിന്റെ ചില പ്രവർത്തികളെ നിന്റെ കുടുംബത്തിനകത്ത് നിന്ന് ദൈവാത്മാവ് ഇല്ലാതാക്കി കളയും. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആത്മാവ് പ്രാർത്ഥിക്കാൻ പറ്റും, പ്രാർത്ഥിച്ചു. കഴിഞ്ഞ മിനിറ്റ് വരെ, കഴിഞ്ഞ മണിക്കൂർ വരെ നിന്റെ വീടിനകത്തിൽ ആഭിചാരകന്മാർ, മന്ത്രവാദികൾ, ശകുനവാദികൾ ഇതെല്ലാം കൊണ്ടിട്ടതുമായി ബന്ധപ്പെട്ട് സ്തോത്രം വന്നു കയറിയ ചില അനർത്ഥങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില പ്രതികൂലങ്ങൾ ഈ പ്രഭാതത്തിൽ സ്വർഗത്തിലെ ദൈവം അതിനെ ശാസിച്ചിട്ട് ഈ പകൽക്കാലം കർത്താവ് പറയുന്നു, ഞാൻ എന്റെ വചനം നിവർത്തിക്കും. വിശ്വസിക്കാൻ പറ്റുന്നവരെന്ന് പകൽക്കാലം വിശ്വസിച്ചു, ഞാൻ എന്റെ വചനം നിവർത്തിക്കും, ഞാൻ എന്റെ വചനം നിവർത്തിക്കും. യേശുവിന്റെ നാമത്തില് കർത്താവിന്റെ വചനം ചില വീടുകൾക്കകത്ത് പ്രവർത്തിക്കാതെ വേണം, ചില തലമുറകളുടെ മേൽ പ്രവർത്തിക്കാതെ വേണം, ചില കുടുംബങ്ങളുടെ മേൽ പ്രവർത്തിക്കാതെ വേണം. അതിനെ ഹല്ലേലൂയ വേണ്ട നിലവാരത്തിൽ നല്ല നിലത്ത് ഹല്ലേലൂയ സ്വതന്ത്രം വീണ വിത്ത് പോലെ ഫലം കായ്ക്കാതിരിക്കുവാൻ തക്കണം. അതിനെ എടുത്തുകൊണ്ടുപോകുന്ന പറവകളുടെ ശക്തി, അതിനെ ഞെരുക്കുന്നതിലെ മുള്ളിന്റെ ശക്തി, ഹല്ലേലൂയ അതിനെ ഞെരുക്കുന്ന പാറകളുടെ ശക്തി ഇന്ന് പകൽക്കാലം ആത്മാവ് ചിലതിനെ വെട്ടി മാറ്റിയിട്ട് ഈ പകൽക്കാലം കർത്താവ് പറയുന്നു, നല്ല നിലത്ത് വീണ വിത്ത് പോലെ ഈ വചനത്തിന്റെ ശക്തി ചില കുടുംബങ്ങൾക്കകത്തിൽ സംഭവിക്കാൻ പോകുന്നത് വിടുതലായി മാറാൻ പോകുന്നു. സ്തോത്രം. രാമ ശംദ രഗ ദീപൽ പൗഡാഗതിയ റീബൽപ്പെടെ എത്ര വചനം വീണിട്ട് അതിന്റെ പ്രവൃത്തി വെളിപ്പെടാതാണ്. ആ വചനത്തെ വളരാൻ അനുവദിക്കാതെ, ചില ഹൃദയങ്ങളിൽ വചനം വളരാൻ അനുവദിക്കാതെ ഊറാമനസിയാരകൾ കെട്ടിയാനെങ്കിൽ ഞെരുക്കുന്നതിലെ ശക്തികൾ, ഉറീഖമനസിയ വീഴുന്ന വചനത്തെ കൊത്തിക്കൊണ്ടുപോകുന്നതിലെ പറവിയുടെ സ്പിരിറ്റുകൾ, അല്ലെങ്കിൽ അതൊരു ദേശാധിപതിയുടെ സ്പിരിറ്റിനെ കാണിക്കുന്നതാ. ഇന്ന് പകൽക്കാലം വീഴുന്ന വചനങ്ങൾക്ക് പ്രവൃത്തി ചെയ്യാൻ കഴിയാതെ അതിനെ തടയുന്ന ചില ശക്തികൾ ഇന്ന് പകൽ ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ, അതിന്റെ ശക്തികളെ ഇന്ന് തകർത്തിട്ട് കർത്താവ് ഇന്ന് പകൽക്കാലം പറയുന്നു, എന്റെ വചനം നിവർത്തീകരിക്കാൻ പോകുക, എന്റെ വചനത്തിന്റെ ശക്തി വെളിപ്പെടാൻ പോകുക, എന്റെ വചനം പാറയെ പകർക്കുന്ന ചുറ്റുകയാണ്. അത് തീ പോലെ ഇന്ന് പകൽക്കാലം ചിലതിനു വേണ്ടി പ്രവർത്തിക്കാൻ പോകുക, ചില കുടുംബങ്ങൾക്ക് വേണ്ടി, ചില തലമുറകൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ഈ വചനം പ്രവർത്തിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം എന്റെ വചനത്തിന്റെ ശക്തി നിവർത്തീകരിക്കാൻ പോകുക. ഇന്ന് പകൽക്കാലം ആവിനെ ഉറപ്പിക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാർ മൂവ് ചെയ്യാൻ പോവുക. നിങ്ങൾ ഈ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് റിലീസ് ചെയ്തോ. ദൂതന്മാർ മൂവ് ചെയ്യാൻ പോവുക. ആ ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കാൻ തക്കവണ്ണം ദൂതന്മാർ മൂവ് ചെയ്യാൻ പോവുക. ദൂതന്മാർ മൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ വചനത്തെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനത്തെ വിശ്വസിക്കുക പറഞ്ഞാൽ ദൈവത്തെ വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനം ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ എന്റെ വചനത്തിന്റെ ആജ്ഞ അനുസരിക്കുന്ന അവന്റെ വീരന്മാരെ, അവന്റെ ദൂതന്മാരെ ഉള്ളവരെ ഇന്ന് പകൽക്കാലം ഈ വചനത്തെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൂതന്മാർ മൂവ് ചെയ്യുന്നു. ദൂതന്മാർ മൂവ് ചെയ്യുന്നു. ചില മേഖലകൾ, ചില കുടുംബങ്ങൾക്ക് വേണ്ടി, ചില തലമുറകൾക്ക് വേണ്ടി, ഇന്ന് പകൽക്കാലം ചില ശുശ്രൂഷകൾക്ക് വേണ്ടി ഈ പകൽക്കാലം ദൂതന്മാർ മൂവ് ചെയ്യുന്നു. ദൂതന്മാർ മൂവ് ചെയ്യുന്നു. ദൂതന്മാർ മൂവ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തില്. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വചനം ഇങ്ങനെ പറയുന്നു, യെരുശലേമിൽ നിവാസികൾ ഉണ്ടാകുമെന്നും യഹൂദ നഗരങ്ങൾ പണിയപ്പെടും, ഞാൻ അവയുടെ ഇടിവുകളെ നന്നാക്കുമെന്നും കൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ചില ഇടിവിനെ കർത്താവ് നന്നാക്കാൻ പോവാ. ചില ഇടിവുകളെ, ശത്രു ഉണ്ടാക്കിയ ഇടിവുകളെ ഇന്ന് പകൽക്കാലം കർത്താവ് നന്നാക്കാൻ പോവുകയാണ്. ചില ഇടിവുകളെ ദൈവം പണിയാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചില ബന്ധങ്ങളെ ദൈവം ഇന്ന് പകൽക്കാലം പുനഃസ്ഥാപിക്കാൻ പോവുകയാണ്. നഷ്ടങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ ഭാരങ്ങളുമായി ബന്ധങ്ങളെ നശിപ്പിച്ച് ഹല്ലേലൂയ കുടുംബത്തിനകത്ത് വിഷയങ്ങൾ ഉണ്ടാക്കി, സ്തോത്രം ഹല്ലേലൂയ തലമുറയ്ക്കകത്ത് വിഷയങ്ങൾ ഉണ്ടാക്കി നശിപ്പിച്ചുകൊണ്ടിരുന്ന ചില ശക്തികളെ ഇന്ന് പകൽക്കാലം സ്വർഗം ശാസിക്കാൻ പോയി. അങ്ങനെ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചു. ചില മേഖലകൾക്കകത്തിൽ യേശുവിന്റെ നാമത്തിൽ നന്മയെടുക്കേണ്ടതിനെ നന്മയെടുക്കാൻ സമ്മതിക്കാതെ, വിടുതലെടുക്കേണ്ടതിനെ വിടുതലെടുക്കാൻ സമ്മതിക്കാതെ ഹല്ലേലൂയ സ്തോത്രം ചില ഇടിവുകൾ ഉണ്ടാക്കി, ഹല്ലേലൂയ ചില പ്രതിസന്ധികൾ ഉണ്ടാക്കി, ചില പ്രതികൂലങ്ങൾ ഉണ്ടാക്കി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ചില ശക്തികളെ ഇന്ന് പകൽക്കാലം ആത്മാവ് ശാസിച്ചിട്ട് ഈ പകൽ ആത്മാവ് പറയുന്നു, ചില പുതിയത് അവൻ ചെയ്യാൻ പോകുക. ചില പുതിയത് യേശുവിന്റെ നാമത്തിൽ ചില പുതിയത് ചില കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോവുക. ചില തലമുറകൾക്ക് വേണ്ടി ചില പുതിയത്
യേശുവിന്റെ നാമത്തിൽ ദൈവം ചെയ്യാൻ പോകുക. അവൻ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവമാണ്, വാക്കുമാറാത്തവനായ ദൈവമാണ്. ഈ പകൽക്കാലം കർത്താവ് പറയുന്നു, പുതിയത് ചില ദൈവം ഇന്ന് പകൽക്കാലം ചിലർക്ക് വേണ്ടി ചെയ്യാൻ പോകുക. പുതിയത്, ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്തത്, നിന്റെ നിന്ന മാറ്റുന്നത് പോലെയുള്ള ചില പുതിയത് ദൈവം ഇന്ന് പകൽക്കാലം ചിലർക്ക് വേണ്ടി ചെയ്യാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ നീ നാളുകളായി ചില വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു. പക്ഷെ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, ആ വാഗ്ദത്തങ്ങളെ ഞാൻ നിവർത്തീകരിക്കുന്ന ദൈവമാണ്. ഈ 2026 ദൈവം ചില വാഗ്ദത്തങ്ങളെ കുടുംബങ്ങൾക്കകത്തിൽ നിവർത്തീകരിക്കാൻ പോകുന്നെന്ന് ആത്മാവ് ശക്തമായിട്ട് ദൂത് കൈമാറുകയാണ്. പുതിയതൊന്ന്, പുതിയതൊന്ന് യേശുവിന്റെ നാമത്തിൽ ചില അടിമത്തങ്ങളെ പൊളിച്ചോണ്ട് പുതിയതൊന്ന് ദൈവം ചെയ്യാൻ പോകുക. ചില അടിമത്തങ്ങളെ പൊളിച്ചോണ്ട് ദൈവം പുതിയതൊന്ന് ചെയ്യാൻ പോകുക. ശത്രു നിന്റെ കുടുംബത്തിനകത്ത് വെച്ച അടിമത്തങ്ങള്, നിന്റെ തലമുറകളുടെ മേൽ വെച്ച അടിമത്തങ്ങള്, അല്ലെ നിന്റെ ഭാവിയുടെ മേൽ വെച്ച അടിമത്തങ്ങളെ സ്വർഗം ഇന്ന് പകൽക്കാലം പൊളിച്ചോണ്ട് പുതിയതൊന്ന് ചെയ്യാൻ പോവുകയാണ്. പുതിയത്, പുതിയത്, പുതിയത്. വിശ്വസിച്ചോ? പുതിയത്. ഇന്ന് പകൽക്കാലം നിങ്ങൾ പറഞ്ഞു, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം പുതിയതൊന്ന് ചെയ്യാൻ പോവുക. സ്തോത്രം, ഹല്ലേലൂയ. പുതിയതൊന്ന് ചെയ്യാൻ പോകുക എന്റെ ദൈവം, പുതിയതൊന്ന് ചെയ്യാൻ പോകുക. ഹല്ലേലൂയ, പുതിയത്. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ നാമത്തില് ഞാൻ സ്തോത്രം നിങ്ങളോട് പറയാം. അബ്രഹാം ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിലേക്ക് വരുമ്പോൾ സാറയെ ദൈവം സന്ദർശിക്കുക. സാറയ്ക്ക് ദൈവീയ സന്ദർശനം ഉണ്ടാവുക. എന്തിനാണെന്നറിയോ? വാഗ്ദത്തം തരാം 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 എന്ന് പറയാനല്ല. സ്തോത്രം. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, താൻ വാഗ്ദത്തം ചെയ്തിരുന്ന യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. നിവർത്തിച്ചു കൊടുത്തു. ഈ 2026 നോക്കി ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. നിന്നോട് ചെയ്ത വാഗ്ദത്തങ്ങൾ സ്വർഗത്തിലെ ദൈവം അവധി വെക്കാതെ ഈ ദിവസങ്ങൾ നിവർത്തിച്ചു തരാൻ വേണ്ടി നിന്റെ കുടുംബത്തിന് മേൽ ദൈവത്തിന്റെ സന്ദർശനം ഉണ്ടാകാൻ പോകുക. നിന്റെ തലമുറകളുടെ മേൽ ദൈവത്തിന്റെ സന്ദർശനം ഉണ്ടാകാൻ പോകുക. നിന്റെ വീടിനകത്ത് ദൈവത്തിന്റെ സന്ദർശനം ഉണ്ടാകാൻ പോകുക. സ്തോത്രം. ബെനഡിക്റ്റ് മാത്യു അച്ഛൻ വിശ്വസിച്ചു. ഹല്ലേലൂയ. ഈ 2026 ദൈവിക സന്ദർശനം ഉണ്ടാകാൻ പോകുക. ഹല്ലേലൂയ. ചില വിഷയങ്ങളുടെ മറുപടികളെ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ കാണാൻ പോകുക കേട്ടോ. ചില വിഷയങ്ങളുടെ മറുപടികളെ ഈ ദിവസങ്ങളിൽ കാണാൻ പോവുക. സ്തോത്രം. ഹല്ലേലൂയ. ശത്രു കാണിക്കത്തില്ലെന്ന് സാറയോട് പറഞ്ഞ വാഗ്ദത്തം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ചിലതിനകത്ത് തൃപ്തിപ്പെട്ടോളാം പറഞ്ഞ വാഗ്ദത്തം. സ്തോത്രം. നിങ്ങളോട് കുറച്ചു മുമ്പേ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, സ്തോത്രം. അബ്രഹാമേ, സാറേ, തൃപ്തിപ്പെട്ടോ? ദാസിയിൽ കൂടി കിട്ടിയൊരു തലമുറയിലെ തൃപ്തിപ്പെട്ടോ? ഹല്ലേലൂയ, സ്തോത്രം. നീ അതിനകത്ത് തൃപ്തിപ്പെടാനുള്ളവനല്ല. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ടിൽ തൃപ്തിപ്പെടരുത്. വാഗ്ദത്തത്തിനകത്ത് നിൽക്കുന്ന ദൈവം ഇതല്ലേ, സബ്സ്റ്റിറ്റ്യൂട്ടിൽ തൃപ്തിപ്പെടരുത്. നിങ്ങൾ പറയണം, പിശാചേ, സബ്സ്റ്റിറ്റ്യൂട്ട് നിന്റെ കൈവച്ചോ, ഞാൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വാഗ്ദത്തത്തിൽ നിൽക്കുന്ന ദൈവം ഇതിലാണ്. വാഗ്ദത്തം നിവർത്തീകരിച്ചേ പറ്റൂ. പലപ്പോഴും പിശാചിന്റെ ഒരു സെക്കൻഡറി ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ഒരു ഓപ്ഷനാണ് അവൻ കീറി മുറിച്ചിട്ട് മുറിവിനകത്ത് നിർത്തുക. രണ്ടാമത്തെ ഓപ്ഷനാണ് സബ്സ്റ്റിറ്റ്യൂട്ടിനകത്ത് നമ്മളെ കൊണ്ട് നിർത്തുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരെണ്ണം പകരം തരും. ഉദാഹരണത്തിന്, ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു 10,000 രൂപയുടെ ഒരു ജോലി കിട്ടേണ്ട ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. 10,000 രൂപയുടെ ക്വാളിഫിക്കേഷൻ അല്ല, 10,000 രൂപയുടെ ഒരു ജോലി കിട്ടേണ്ട ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തിയാണ് നിങ്ങൾ. സ്തോത്രം. നിങ്ങൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ഇങ്ങനെ ഇരിക്കുക, കർത്താവേ എനിക്ക് സ്തോത്രം നീ അങ്ങനെ ഒരു ജോലി നൽകി തരണം. ഞാനൊരു ഉദാഹരണം പറയുവാണേ. സ്തോത്രം. അപ്പോഴായിരിക്കും നിങ്ങളുടെ കണ്ണിനെ മൂടിക്കെട്ടിക്കൊണ്ട് പിശാച് ഒരു 5,000 രൂപയുടെ ജോലിയുമായിട്ട് നിങ്ങളുടെ അടുക്കലോട്ട് വരും. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ അങ്ങ് തൃപ്തിപ്പെടും. കാര്യം എന്താണെന്നറിയോ? എന്താണെങ്കിൽ 5,000 ആണെങ്കിൽ 5,000, എന്താണെങ്കിൽ ഈ വാതിൽ തുറന്നല്ലോ, വാതിൽ തുറന്നല്ലോ. ദൈവമേ, 5,000-ന് ഞാൻ സന്തോഷവാനാണ്, എനിക്ക് വേറൊരു ബുദ്ധിമുട്ടുമില്ല, 5,000-ന് ഞാൻ റെഡി. പക്ഷേ നിങ്ങൾ എത്ര രൂപയ്ക്ക് ജോലിക്ക് അർഹനാണ്? 10,000. സബ്സ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ടുവരും പിശാച്. എന്നിട്ട് നിങ്ങൾ അവിടെ ഒതുങ്ങും. നിങ്ങൾ അവിടെ ഒതുങ്ങും. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ ഇനിയും കണക്ട് ചെയ്തിട്ട് ഞാൻ പറയാം. സ്തോത്രം. യോസഫിനെ പൊത്തിഫറിന്റെ വീടിനകത്തിലോട്ട് നിൽക്കുക. ഇപ്പൊ പൊത്തിഫർ ആ വീടിനകത്തിൽ രാജാവുമായിട്ടൊക്കെ ഭയങ്കര കണക്ഷൻ ഉള്ള ആളാ. ശത്രു ആ വീടിനകത്തിൽ വാഗ്ദത്തമുള്ള യോസഫിനെ ഒതുക്കാൻ നോക്കി. നിങ്ങൾക്ക് പിടികിട്ടിയോ? യോസഫിനെ ശാരീരികമായും മാനസികമായും വലിയൊരു വാഗ്ദത്തത്തിലേക്ക് പോകേണ്ടവനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനകത്തി കൊണ്ടുവന്നു ഒതുക്കി കളയുവാൻ തക്കോണം ശത്രു പ്ലാൻ ചെയ്തു. മുമ്പിൽ ഭാവി ഒന്നും കാണുന്നില്ല, വേണമെങ്കിൽ അവിടെ ഒതുങ്ങാം. പക്ഷേ യോസഫ് പറഞ്ഞു, നോ, ഇന്ന് പകൽക്കാലം എനിക്കറിയത്തില്ല, പരിശുദ്ധമായിട്ട് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ടുകളെ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞ്
നിന്നെ ചില മേഖലകൾ ഒതുക്കാൻ ശത്രു നോക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം വാഗ്ദത്തമുള്ള തലമുറ, വാഗ്ദത്തമുള്ള ദൈവവൈതല, നീ പറ, ഞാൻ ഇതിന് യോഗ്യന, എനിക്ക് തന്നേ പറ്റത്തുള്ളൂ. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്ന് നീ ഒതുക്കണ്ട. യേശുവിന്റെ നാമത്തിൽ എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് ശ്രേഷ്ഠകരമായിട്ടുള്ളതെന്ന് ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറ. ശ്രേഷ്ഠകരമായിട്ടുള്ളതെന്ന്, പുതിയതെന്ന്, ഏറ്റവും ഉന്നതമായിട്ടുള്ളതെന്ന് എനിക്ക് വേണ്ടി എന്റെ ദൈവം ചെയ്യാൻ പോകുക. സ്തോത്രം. ഞാൻ അവിടെ നിന്നുകൊണ്ട് വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടി ഒരു വചനത്തെ കണക്ട് ചെയ്യാം. തിരുവചനം ഇങ്ങനെ പറയുന്നു, അബ്രഹാമിന്റെ കാലഘട്ടത്തിലുണ്ടായ ക്ഷാമം ഇസഹാക്കിന്റെ കാലഘട്ടത്തിൽ പിന്നെയും ഉണ്ടായി. പക്ഷേ ദൈവം ഇസഹാക്കിനോട് പറയുന്നു, ഇസഹാക്കെ, നീ ഇവിടുന്ന് ഓടരുത്, ഇവിടെ തന്നെ നിൽക്കണം. സ്തോത്രം. അല്ലെ, എനിക്ക് നിന്നിൽ കൂടെ ചിലത് ചെയ്യാനുണ്ട്. തിരുവചനം ഇങ്ങനെ പറയുന്നു, ദൈവം പറഞ്ഞത് ഇസഹാക്ക് കേട്ട് അവിടെ നിന്നപ്പോൾ സംഭവിച്ച ഒരു കാര്യമുണ്ട്. സ്തോത്രം. ആണ്ടിൽ ഇസഹാക്ക് വിതച്ചു, അവന് ഒരുത്തനും കിട്ടാത്തതുപോലെ ഒരു കൊയ്ത്ത് കിട്ടി. ഇന്ന് പകൽക്കാലം, അല്ലേ, സ്തോത്രം, സബ്സ്റ്റിറ്റ്യൂട്ട് അന്വേഷിച്ച് നീ ഓടണ്ട. അപ്പനോടി മിസ്രൈമിലേക്ക്, നോ, നീ ഇവിടെ നിൽക്ക്. സബ്സ്റ്റിറ്റ്യൂട്ട് അന്വേഷിച്ച് നീ ഓടണ്ട. നീ ഇവിടെ നിന്നാൽ, അല്ലേ, നിനക്ക് വേണ്ടി ഞാൻ ചിലത് ചെയ്യും. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചിലരോട് ശക്തമായി ദൂത് കൈമാറുന്നു. നീ ചില മേഖല ഉറച്ചു നിൽക്ക്, ഉറച്ചു നിൽക്ക്. ഉറച്ചു നിന്നാൽ, അല്ലേ, നിനക്ക് വേണ്ടി, അല്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല ദൈവം വെളിപ്പെടുത്താൻ പോകുന്നത്. ശ്രേഷ്ഠകരമായിട്ടുള്ളത്, ഉന്നതമായിട്ടുള്ളത്, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് ചിലത് ഇന്ന് പകൽക്കാലം ചിലർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ആത്മാവ് ഇന്ന് പകൽക്കാലം ശക്തമായി ദൂത് കൈമാറുക. ഈ പകൽ വിശ്വസിച്ചോ, സബ്സ്റ്റിറ്റ്യൂട്ടിനെ മാറ്റ്. പുതിയത്, പുതിയത്, യേശുവിന്റെ നാമത്തിൽ പുതിയത്, യേശുവിന്റെ നാമത്തിൽ പുതിയത് ദൈവം ചെയ്യാൻ പോവുകയാണ്. പുതിയത് ചിലത്, പുതിയത് ചിലത്, യേശുവിന്റെ നാമത്തിൽ പുതിയത്. ഇന്ന് പകൽക്കാലം ചില കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം പുതിയത് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിച്ചോട്ട് ഈ ദൂതിന് ഇന്ന് പകൽക്കാലം അടിവര ഇട്ടോ. ഈ ദിവസങ്ങൾ നിങ്ങൾ പുതിയത് കാണാൻ പോവുകയാണ്, പുതിയത് കാണാൻ പോവുകയാണ്. സ്തോത്രം. ഞാൻ സ്തോത്രം ആ 21-ാം അധ്യായത്തിലേക്ക് വരാം. സ്തോത്രം. 21-ാം അധ്യായത്തിൽ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, വാർദ്ധക്യത്തിൽ സാറ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവിടെ ഇങ്ങനെ ഒരു പദം എഴുതിയിട്ടുണ്ട്, അവൻ ഇസഹാക്ക് എന്ന് പേരിട്ടു. ഇതുവല്ല നടക്കുമെന്ന് വിചാരിച്ചതാണ്. സ്തോത്രം. അടുത്തത് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചിരുന്നത് പോലെ തന്റെ മകനായ ഇസഹാക്കിന് 8-ാം ദിവസം പരിച്ഛേദന കഴിച്ചു. അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. തന്റെ മകനായ ഇസഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് 100 വയസ്സായിരുന്നു. ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കുമെന്ന് സാറ പറഞ്ഞു. സ്തോത്രം. സാറ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആർ പറയുമായിരുന്നു. അവന്റെ വാർദ്ധക്യത്തിലോ ഒരു മകനെ പ്രസവിച്ചത് എന്ന് അവൾ പറഞ്ഞു. നിങ്ങളൊരു പദം കേട്ടോ, അല്ലേലിയ. സ്തോത്രം. സാറ പറയുകയാണ്, ദൈവം എനിക്ക് ചിരി വരുത്തി. അപ്പൊ ഇതുവരെ എന്തായിരുന്നു സാറ നിന്റെ ജീവിതത്തിനകത്തില്? ദുഃഖമായിരുന്നു, ദുഃഖമായിരുന്നു. പക്ഷേ ദുഃഖത്തെ മാറ്റി വാഗ്ദത്തം ചെയ്ത ദൈവം ചിരി കൊടുത്തവക്ക്. ഇന്ന് പകൽക്കാലം ഈ ദൂത് ചിലരോടുള്ള ദൂതാണ്. സ്തോത്രം. അല്ലില്ല, നിന്റെ ജീവിതത്തിനകത്തില് നാളുകളായി ചില വിഷയത്തിനകത്തില് ദുഃഖവും പേറിക്കൊണ്ട് നീ നടക്കുന്ന വിഷയത്തിനകത്തില് വാഗ്ദത്വമുണ്ട്, പക്ഷെ ദുഃഖവും പേറിക്കൊണ്ട് നടക്കുക. വാഗ്ദത്തം നിവർത്തീകരിക്കാത്തത് കൊണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം ആത്മാവ് ഒരു ദൂത് ശക്തമായിട്ട് ചിലപ്പോൾ കൈമാറുന്നു. നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുമെങ്കിൽ ഈ ദൂതിനെ ചാടി അങ്ങ് പിടിച്ചോ. അല്ലേലിയ, ദൈവാത്മ ശക്തമായിട്ട് പറയുന്നു, നിന്റെ ദുഃഖം അല്ലേലി സന്തോഷമായി മാറാൻ പോകുക. അല്ലേലിയ, നിന്റെ അല്ലേലി ജീവിതത്തിനകത്ത് ചില സന്തോഷത്തെ, ചിരിയെ ദൈവം തരാൻ പോകുക. ഇന്ന് പകൽ നിങ്ങൾ വാ തുറന്നിട്ട് പറ, എന്റെ ലൈഫിനകത്ത് കർത്താവേ ചില ചിരിയെ ദൈവം സൃഷ്ടിക്കാൻ പോകുക, ചില ചിരി ദൈവം തരാൻ പോകുക. എന്റെ സ്ട്രെസ്സിനെ ദൈവം എടുത്തു മാറ്റാൻ പോകുക, എന്റെ വേദനയെ ദൈവം എടുത്തു മാറ്റാൻ പോകുക, എന്റെ നിന്ദയെ ദൈവം എടുത്തു മാറ്റാൻ പോകുക. എന്റെ ലൈഫിനകത്തിൽ ഞാൻ കേട്ട വാഗ്ദത്തം ദൈവം നിവർത്തീകരിച്ച് തന്നിട്ട് എനിക്ക് വേണ്ടി ദൈവം ചിരി തരാൻ പോകുക. ഇന്ന് പകൽക്കാലം ചിലരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദൂത് ശക്തമായിട്ട് വെളിപ്പെടാൻ പോവുക. ഈ ദൂത് ശക്തമായിട്ട് വെളിപ്പെടാൻ പോകുക യേശുവിന്റെ നാമത്തില്. ഈ ദൂത് ശക്തമായിട്ട് വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. ചില ലൈഫിനകത്ത് ദൈവം ചിരിയെ സൃഷ്ടിക്കാൻ പോവുക. ഉറാമന ഷുഡിയാനകൾ കെട്ടിയ നാളുകളായി നിനക്ക് നഷ്ടപ്പെട്ട് കിടന്ന നിന്റെ സന്തോഷം ദൈവം ഇന്ന് പകൽക്കാലം പുനഃസ്ഥാപിക്കാൻ പോവുക, പുനഃസ്ഥാപിക്കാൻ പോവുക. ഹല്ലേലൂയ, സ്തോത്രം. പുനഃസ്ഥാപിക്കാൻ പോവുക. കർത്താവ് ഇങ്ങനെ എന്നോട് പറയുന്നു, ഹല്ലേലൂയ, വിവാഹം കഴിഞ്ഞ നാളിലെ സന്തോഷം പോലെ. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ, അബ്രഹാമേ, നിങ്ങൾ വിവാഹം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സന്തോഷമായിരുന്നു. പക്ഷെ നാളുകൾ കഴിഞ്ഞ്, ഹല്ലേലൂയ,
താറമച്ചിയാണ്. വാഗ്ദത്തങ്ങൾ നടക്കുന്നില്ല. ദൈവം ആവർത്തിച്ച് വാഗ്ദത്തങ്ങൾ പറയുന്നുണ്ട്. വാഗ്ദത്തങ്ങൾ കാണത്തക്ക നിലവാരത്തിൽ വെളിപ്പെടാത്തത് കൊണ്ട് ചോദ്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം ചിലരോട് ശക്തമായ ഒരു ദൂത് ദൈവം കൈമാറുക. നീ അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇനി പെൻഡിങ് അല്ല, ഇനി പെൻഡിങ് അല്ല, ഇനി പെൻഡിങ് അല്ല. ഈ 2026 സ്വർഗത്തിലെ ദൈവം പെൻഡിങ് ആയി കിടന്ന വാഗ്ദത്തങ്ങളെ നിവർത്തീകരിച്ചു തരുവാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അവിടുത്തെ ഒരു പദം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. അത് എപ്പോഴാണ് ഉത്ഭവിക്കുന്നത്? ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാതിൽ ഈ ദൂത് നിങ്ങൾ കേട്ടപ്പോൾ ഇപ്പോൾ ഉത്ഭവിക്കും. വിശ്വസിക്കുക. എന്റെ കൂടെ എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാ? ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളുടെ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം എപ്പോൾ ഉത്ഭവിക്കും? ഇപ്പോൾ. ഇപ്പോൾ ഈ 2026 സ്വതന്ത്ര 1-ാം മാസം 12-ാം തീയതി ഇപ്പോൾ ഉത്ഭവിക്കും. ഇപ്പോൾ ഉത്ഭവിക്കും. ഉത്ഭവിക്കോ? മരുഭൂമിയിൽ ചില നദി പൊട്ടി പുറപ്പെട്ടു വരുന്നത് പോലെ ഇപ്പോൾ ഉത്ഭവിക്കാൻ പോവുക. ഇതിനകത്ത് ഇരിക്കുന്ന ഈ ഡിവൈസ് ഇരിക്കുന്ന ഓരോ കുടുംബങ്ങളെ നോക്കി ആത്മാവ് ഞാൻ ഈ ദൂതനെ റിലീസ് ചെയ്യാം. എപ്പോൾ ഉത്ഭവിക്കും? ഇപ്പോൾ ഉത്ഭവിക്കാം. അത് നീ അറിയുന്നില്ലയോ? സ്തോത്രം. അത് നിങ്ങൾ അറിയുന്നില്ലയോ? ഇന്ന് പകൽ നിങ്ങളോടുള്ള ദൈവത്തിന്റെ ആലോചനയാ. ഇപ്പോൾ ഉത്ഭവിക്കും. അത് നിങ്ങൾ അറിയുന്നില്ലയോ? ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറ, അതേ കർത്താവ് ഞാൻ അറിയുന്നു, ഇപ്പോൾ എനിക്ക് വേണ്ടി നീ ചിലത് ചെയ്യാൻ പോവുക. ഇപ്പോൾ നിനക്ക് വേണ്ടി കർത്താവ് ചിലത് ചെയ്യാൻ. കർത്താവ് ഇങ്ങനെ എന്നോട് ഒരു ആലോചന പെട്ടെന്ന് കണക്ട് ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ സ്തോത്രം, ഈ ലാസറിന്റെ വീടിനകത്തിൽ ലാസർ ദീനമായി കിടക്കുന്നു എന്ന് കർത്താവിനെ അറിയിച്ചിട്ട് കർത്താവ് വന്നില്ല. ഒരു വലിയ ദൈവപ്രവൃത്തിയോടെ വെളിപ്പെടാൻ വേണ്ടിയായിരുന്നു. ഡിലേ ആയിപ്പോയി ചിലത്. പക്ഷേ കർത്താവ് വീടിനകത്തിലേക്ക് വന്നപ്പോൾ ആ വീടിന്റെ കണ്ണുനീര് മാറി. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വരിക ചില മേഖലകൾ. യേശു നിനക്ക് വേണ്ടി ഇറങ്ങി വരിക ചില മേഖലകളിൽ. യേശു നിനക്ക് വേണ്ടി ഇറങ്ങി വരിക ചില മേഖലകളിൽ. യേശു നിന്റെ കുടുംബത്തിന് വേണ്ടി ഇറങ്ങി വരിക ചില മേഖലകളിൽ. അതിപ്പോൾ ഉത്ഭവിക്കാൻ പോകുക. നിന്റെ വാഗ്ദത്തം എന്തായി? ഹല്ലേലൂയ. നിന്റെ തലമുറകളുടെ വാഗ്ദത്തം എന്തായി എന്ന് ചോദിക്കുന്നവർ മുമ്പിൽ ഇന്ന് പകൽക്കാലം കർത്താവിനോട് നിങ്ങൾ പറ, ഇന്ന് പകൽക്കാലം ഈ വചനത്തെ വിശ്വസിക്ക്. മുമ്പുള്ളവയൊന്നും ഞാൻ ഓർക്കുന്നില്ല. കഴിഞ്ഞതല്ല എന്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ഇന്ന് പകൽ മുതൽ പുതിയതൊന്ന് ചെയ്യാൻ പോകുക. എങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ പറഞ്ഞു, അല്ലെ ഈ ജനുവരി മാസം ഹല്ലേലൂയ സ്തോത്രം 12-ാം തീയതി മുതൽ 12-ന് മുൻപ് ഹല്ലേലൂയ സ്തോത്രം 12-ന് ശേഷം എന്നുള്ള നിലവാരത്തിൽ പുതിയത് ചിലത് ഉത്ഭവിച്ചു വരാൻ പോകുന്നു. ഈ നിമിഷം മുതൽ കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ എന്റെ ലൈഫിനകത്തിൽ പുതിയത് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നു. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. അവിടെ ഒരു പദം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും. മരുഭൂമി വഴിയൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവ് പറയാം, ഞാനൊരു വഴി ഉണ്ടാക്കും. നിർജ്ജന പ്രദേശത്ത് നദികളും ഞാൻ ഉണ്ടാക്കും. ഈ പകൽക്കാലം ഞാൻ നിങ്ങളൊരു ദൂത് കൈമാറിയ, നിങ്ങൾ ഈ ദൂത് വിശ്വസിക്കുമ്പോൾ വഴിയില്ലാത്ത മരുഭൂമിക്കകത്ത് നിനക്ക് വേണ്ടി വഴി ഉണ്ടാകാൻ പോകുക. മരുഭൂമി എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള അവസ്ഥ, ഉണങ്ങി വരണ്ട് കിടക്കുന്നത്, യാതൊരു സാധ്യതകളും പറയാനില്ലാത്ത സ്ഥലമാണ്. പക്ഷേ ഞാൻ ആത്മാവ് ഭയങ്കരമായിട്ട് പരിശുദ്ധാത്മാവിനോട് പറയും, നിങ്ങൾ ഈ ദൂതിനെ വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞ് നിങ്ങൾ ഈ ദൂതിനെ നിങ്ങളുടെ വീടിനകത്തിൽ നിങ്ങളുടെ വിഷയത്തിൽ റിലീസ് ചെയ്യാൻ ഇന്ന് പകൽക്കാലം തയ്യാറായിക്കോ. നിങ്ങൾ അതിന്റെ വിടുതലിനെ കാണും. ഇത് വിട്ടുകളയരുത്. നിങ്ങൾ എവിടെങ്കിലും എഴുതി വെച്ചിട്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ആ ദൂതിന്റെ പിൻപിൽ നിങ്ങൾ അല്ലെങ്കിൽ റെഡിയാണ് ആണെങ്കിൽ സ്തോത്രം, ഈ ദൂത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോയി. അടുത്ത ദിനങ്ങളിൽ അതിന്റെ റിസൾട്ടുകൾ കാണാൻ പോകുന്ന എന്നോട് ശക്തമായിട്ട് ദൈവാത്മാവ് ഇടപെടുന്നു. മേരിക്കുട്ടി സാമുവേൽ ആന്റി വിശ്വസിച്ചു. ഈ ദൂതിന്റെ ചില വിടുതലുകൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവം ചെയ്യാൻ പോകുക. റമാന സിയാരകൾ കെട്ടിയ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങൾക്കകത്തിൽ ഇന്ന് പകൽക്കാലം ഈ ദൂതിന്റെ വിടുതൽ സംഭവിക്കാൻ പോയി. വഴിയില്ലാത്തടത്ത് വഴി. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ എന്റെ ദൈവം തുറക്കാൻ പോവുക. ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിന്റെ വഴി അടച്ച വിഷയത്തിനകത്തിൽ സ്വർഗത്തിലെ ദൈവം വഴി തുറക്കാൻ പോകുക. നീ ഇന്ന് പകൽക്കാലം പ്രവചിച്ചു, വഴി ഉണ്ടാകാൻ പോവാ. സൂസനാന്റി വിശ്വസിച്ചു, വഴി ഉണ്ടാകാൻ പോവാ. കർത്താവിനോട് പറയുന്നു, നിങ്ങൾ വാഗ് തുറന്ന് പറഞ്ഞോ, വഴി ഉണ്ടാകാൻ പോവാ. വിഷയത്തിനകത്തില് സ്തോത്രം. ഹല്ലേലൂയ. വഴി ഉണ്ടാകാൻ പോവുക.
വഴിയുണ്ടാകാൻ പോകുക. തിരുവചനം ഇങ്ങനെ പറയുന്നു, ഇത് മനുഷ്യന് അസാധ്യം, എന്നാൽ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ഇത് മനുഷ്യരാൽ അസാധ്യം, എന്നാൽ ദൈവത്തിന് സകലതും സാധ്യമാ. ഈ പകൽക്കാലം വിശ്വസിക്കുക, മനുഷ്യർ അസാധ്യം, പക്ഷേ നിങ്ങളുടെ ബുദ്ധിക്ക് അസാധ്യം, എനിക്കും നിങ്ങൾക്കും ചിലത് അസാധ്യം, പക്ഷെ ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല. കിട്ടിയ ചിലർക്ക് വേണ്ടി വഴി ഉണ്ടാകാൻ പോകുന്നു. ഹല്ലേലൂയ. മനുഷ്യരാൽ അസാധ്യമായ ചില വിഷയങ്ങൾ ദൈവത്താൽ ഇന്ന് പകൽക്കാലം സാധ്യമാകാൻ പോകുന്നു. അത് ഞാൻ നിങ്ങളുടെ മേൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അത് നിങ്ങളുടെ മേൽ റിലീസ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഈ വചനത്തെ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകുക. കർത്താവേ, ഇവരുടെ ലൈഫിനകത്തിൽ മനുഷ്യരാൽ അസാധ്യമായി കിടക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം, ഇവരുടെ ബുദ്ധിക്ക് അസാധ്യമായി കിടക്കുന്നത്, ഇവരുടെ ജ്ഞാനത്തിന് അസാധ്യമായി കിടക്കുന്നത്, എന്നാൽ അങ്ങേക്കത് അസാധ്യമല്ല കർത്താവേ. യേശു നാമത്തിൽ അസാധ്യമെന്ന് ഇവരോട് ശത്രു പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ കർത്താവിന് അസാധ്യമല്ലാത്തത് കൊണ്ട് ഇന്ന് പകൽക്കാലം ഇവർക്ക് വേണ്ടി ആ വഴി അങ്ങ് തുറക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ ഇന്ന് പകൽക്കാലം കേട്ടതുപോലെ ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു എന്നുള്ള വചനപ്രകാരം കഴിഞ്ഞ നാളുകളുടെ ഇവരുടെ ബാക്ക് ഹിസ്റ്ററി എന്തു തന്നെയാണെങ്കിലും ഇന്ന് പകൽക്കാലം കർത്താവ് പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. നാട്ടം വെച്ച ബാക്ക് ഹിസ്റ്ററി ആണെങ്കിലും ഈ പകൽക്കാലം കർത്താവ് പറഞ്ഞു, ഞാൻ പുതിയൊന്ന് ചെയ്യാൻ പോകുക. ഉറാമാന ഷുഡിയാനകൽക്കസ്. ഇന്ന് പകൽ നീ വചനം കേട്ട് വിശ്വസിച്ചോ, പുതിയതൊന്ന്. സ്തോത്രം. സുരേഷ് ബാബു ബ്രദറെ വിശ്വസിച്ചു, പുതിയതൊന്ന് ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങൾ ഇന്ന് പകൽക്കാലം സാഹചര്യങ്ങളെ നോക്കല്ലേ. ഈ വചനം, അതാ ഞാൻ പറഞ്ഞു, ഈ വചനം ഒന്ന് എഴുതി വെച്ചിട്ട്, ഇന്നത്തെ ഡേറ്റും എഴുതി വെച്ചിട്ട് നിങ്ങൾ ഈ വചനത്തിന്റെ പിറകെ നിൽക്കണം കേട്ടോ. ഈ വചനത്തിന്റെ പിറകെ നിൽക്കണം. അടുത്ത ദിവസങ്ങൾ നിങ്ങൾ ഏത് വചനം കേട്ടോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇന്നത്തെ ഡേറ്റ് എഴുതി വെച്ചിട്ട് നിങ്ങൾ ഈ വചനത്തിന്റെ പുറകെ നിന്നിട്ട് നിങ്ങളുടെ വിഷയം അതിന്റെ താഴോട്ട് എഴുതിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഹല്ലേലൂയ സ്തോത്രം, ഒരു കോഴി ഒരു മുട്ടയ്ക്ക് വേണ്ടി പൊരുതിയിരിക്കുന്നത് പോലെ നിങ്ങൾ ഈ വചനത്തിന്റെ പുറകെ നിന്നിട്ട് പറയണം, കർത്താവേ ഹല്ലേലൂയ സ്തോത്രം, ജനുവരി മാസം 12-ാം തീയതി നീ എന്നെ കേൾപ്പിച്ച വചനമായത് പുതിയത് ചെയ്യുമെന്ന്. കർത്താവ് വഴിയില്ലാത്തടത്ത് വഴി തുറക്കും നീ പറഞ്ഞതാ. ഞാൻ ഈ വചനത്തിന്റെ പുറകെ നിൽക്കുന്നു. ഈ വചനം ഞാൻ കേട്ടതുകൊണ്ട് ഈ വചനത്തിന്റെ ഹല്ലേലൂയ പ്രവൃത്തി എനിക്ക് വേണ്ടി ചെയ്യുവാൻ ദൂതന്മാർ ഇപ്പോൾ പുറപ്പെടട്ടെ. ഈ വചനപ്രകാരം നിങ്ങളുടെ വ്യക്തിപരമായ വിഷയം എഴുതിയിരിക്കുന്ന വിഷയത്തെ ദൈവകരങ്ങളിൽ ഇട്ട് കൊടുത്തിട്ട് പറയണം, കർത്താവ് ഇതിനകത്ത് നീ അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം. നിങ്ങളത് കാണാൻ പോകുക. നിങ്ങളത് കാണാൻ പോകുക. ഒന്നുകൂടെ ഞാൻ ചേർത്ത് പറയാം, അന്യ കണ്ണല്ല, സ്വന്തം കണ്ണുകൊണ്ട് നിങ്ങൾ ആ വാഗ്ദത്ത നിവർത്തീകരണം കാണാൻ പോകുക. സ്തോത്രം. സാറ വാഗ്ദത്ത നിവർത്തീകരണം കണ്ട് അവിടെ വായിൽ ദൈവം ചിരി കൊടുത്തതുപോലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ജനത്തിന് വേണ്ടി ഇന്ന് പകൽക്കാലം ഒത്തിരി പ്രാർത്ഥനയോടെ ഒത്തിരി പ്രതീക്ഷയോടെ നിന്റെ കുഞ്ഞുങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവവചനം കേട്ടു. കേൾക്കപ്പെട്ട വചനം ഇന്ന് പകൽക്കാലം ഇവരുടെ ലൈഫിനകത്തിൽ നിവർത്തിയായി വരട്ടെ. വാഗ്ദത്തങ്ങൾ തുറന്നു വരട്ടെ. അത് അത്ഭുതമായി മാറട്ടെ കർത്താവെ. ഏത് തടസ്സങ്ങൾ അതിന് മേലുണ്ടെങ്കിൽ ഇപ്പോൾ പരിശുദ്ധമായി മാറ്റിയതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വാഗ്ദത്തം നിങ്ങളുടെ മേൽ നിവർത്തീകരിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.